ആദരണീയരായ സജ്ജനങ്ങളെ, കൃഷ്ണവികാസിന്റെ ഇന്നത്തെ സായാഹ്ന പരിപാടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി സമാരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി പാർവതിയെ ക്ഷണിച്ചോളൂ. तेजस्विनावधीतमस्तु मा विद्विषावहै। शांति शांति शांति। സ്വാഗത പ്രസംഗത്തിനായി കുരുമോനിൽ ശ്രീ ടി കെ ശ്രീകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ധന്യാത്മാക്കളെ, ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ഇനിയും കാത്തു നിൽക്കുന്ന കുറച്ച് മേഘങ്ങളെ നമുക്ക് കാണാം. അതുകൊണ്ട് സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. വളരെ ഔപചാരികമായി മാത്രം ആ കടമ നിർവഹിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും ഈ സമൂഹത്തിലെ സമാധാനം കാംക്ഷിക്കുന്ന, പുരോഗതി കാംക്ഷിക്കുന്ന ഒരു നല്ല മനസ്സുകളുടെ ഉടമകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ വളരെ സവിസ്തരമായ ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ കൃഷ്ണവികാസ് സ്കൂൾ ഓഫ് കൃഷ്ണ തോട്ട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തെ നമ്മൾ അവതരിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായിട്ട് ഈ ഗ്രാമാന്തരീക്ഷത്തിൽ കുറെ അധികം കുട്ടികളും കുറച്ച് മുതിർന്നവരും 2 ദിവസങ്ങളിലായി സമ്മേളിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് മനുഷ്യരോട് പറഞ്ഞത്, അത് ഭഗവത്ഗീതയിലൂടെ ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് കടന്നുപോകാൻ ഒരു പൂർണ്ണ മനുഷ്യനാകാൻ പ്രേരിപ്പിക്കുന്ന തത്വസംഹിതയെ അകറ്റി നിർത്തേണ്ടതല്ല. അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ, ഭൗതിക ജീവിതത്തിന്റെ അതിന്റെ ഇന്റഗ്രേറ്റഡ് പാർട്ടാണ്, അതിനോട് ഒത്തു നിൽക്കുന്നതാണ്, അല്ലാതെ വേറിട്ട് കാണേണ്ടതില്ല. ഒരു വ്യക്തിയുടെ പൂർണ്ണമായ വികാസം ഉണ്ടാകണമെങ്കിൽ ഭാരതീയ തത്വചിന്തയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജനാവലിക്ക് അത് ജാതിമത ചിന്തകളൊന്നും കൂടാതെ മനുഷ്യ മനസ്സിനെ, മനുഷ്യന്റെ ബുദ്ധിയെ ഏത് പ്രകാരത്തിൽ ഉപയോഗിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന മഹത്തായ ആ തത്വസംഹിതയെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തീവ്ര യജ്ഞ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ട് ഇരുന്നത്. ഇവിടെ നമുക്കറിയാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മളെ ബാധിച്ച ഈ ഒരു കൊറോണയുടെ വളരെ ദുഷിച്ച ഒരു കാലത്ത് നമുക്ക് ഒന്നിച്ചു ചേരാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു 2ാം തുടക്കം പോലെ ഇത് ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം വരുന്ന തലമുറ ഏതു പ്രകാരം വേണം ഭാരതീയ തത്വസംഹിതകളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തി ഓരോ ജീവനും മഹത്തായ സംഭാവനകൾ നൽകാനുണ്ട് സമൂഹത്തിന്. അത് എപ്രകാരം നിർവഹിക്കപ്പെടണം എന്ന് അവരവർ തന്നെ ചിന്തിക്കാനും
അതിനവരെ പ്രേരിപ്പിക്കാൻ ഉതകുന്ന ഒരു പാഠ്യ പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം, ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമുക്ക് ഏവർക്കും പ്രിയങ്കരനും ആദരണീയനും ആയ വേദശ്രീ പറക്കോട് NV നമ്പ്യാതിരി സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇവിടെ മുതിർന്നവർക്ക് ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും. നമുക്കറിയാം, നമ്പ്യാതിരി സാറിന്റെ ഒരു ക്ലാസ് കിട്ടിയാൽ നമ്മുടെ ചിന്തകൾ തന്നെ മാറാൻ തുടങ്ങും. ഭഗവത്ഗീത ഇന്നലെ കണ്ട ഭഗവത്ഗീത ആയിരിക്കില്ല സാറിന്റെ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ശരിയായ അതിന്റെ കോർ, അതിന്റെ എന്താണോ സൂചിപ്പിച്ചിരിക്കുന്നത് അത് തന്നെ സാർ പറയും. അത് ജീവിതത്തിൽ പകർത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടും വരില്ല. അപ്പൊ ശരിയായ മാർഗം കാണിച്ചു തരുന്ന മഹാഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ വിജ്ഞാനദാഹികളായ കുറച്ചുപേർ സംഘടിച്ചപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ആരെങ്കിലും എവിടെങ്കിലും ഇരുന്നുകൊണ്ട് അറിവ് തേടുന്നുണ്ടെങ്കിൽ അവിടെ എത്തുക എന്നുള്ളത് എന്റെ ജീവിത ലക്ഷ്യമാണ്. അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും ഒരുപക്ഷെ അടുത്തുള്ള ഞാൻ വരുന്നതിനേക്കാൾ മുമ്പേ അദ്ദേഹം ഇവിടെ വരും. അത്ര സമർപ്പിതമാണ് ആ ജീവിതം. അദ്ദേഹത്തെ പുതുതായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആധ്യാത്മിക രംഗത്ത് അദ്ദേഹം രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, വ്യാഖ്യാനിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങൾ, ഇതെല്ലാം നമുക്ക് കിട്ടിയ വലിയ സമ്പത്താണ്. ആ മഹാനുഭാവനെ, നമ്മുടെ എവരുടെയും പ്രിയങ്കരനായ ഗുരുവിനെ, വേദശ്രീ പറക്കോട് NV നമ്പ്യാതിരി സാറിനെ എല്ലാ ആദരവോടും കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മളേവരും വളരെ ആകാംക്ഷയോടുകൂടി കുറെ നേരമായി കാത്തിരിക്കുകയാണ്. ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രായഭേദമന്യേ എല്ലാവർക്കും അറിയാം. യൂട്യൂബിലൂടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ശ്രവിച്ച്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച്, അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങൾ വായിച്ച് വളരെയേറെ ഉത്സാഹം കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരുപക്ഷെ കേരളത്തിന് പുറത്തും അങ്ങനെയാകാം. നമുക്കറിയാം, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS റിട്ടയർഡ് DGP, അദ്ദേഹം വിജ്ഞാനം എന്നത് സമാഹരിക്കുക, അതോടൊപ്പം തന്നെ കൈ കിട്ടുന്ന അതുപോലെ വിതരണം ചെയ്യും. സ്വാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവചരിത്രത്തിനകത്ത് നമ്മൾ ഓടിച്ചു നോക്കിയാൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള ഏത് പ്രശ്നങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് റിസോൾവ് ചെയ്തത്, എങ്ങനെയാണ് പരിഹരിച്ചത്, അതിന് അദ്ദേഹം ഉപയോഗിച്ച ചില പ്രത്യേക വൈദഗ്ധ്യം നിറഞ്ഞ ചില അദ്ദേഹം നിർവഹിച്ച ചില രീതികൾ, അത് പുതിയ തലമുറയ്ക്ക് വളരെ വലിയൊരു മാർഗനിർദ്ദേശം തരുന്നതാണ്. കുട്ടികളോടൊക്കെ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചാൽ ഉടൻ അവർ ഇന്നത് കേട്ടിട്ടുണ്ട്, ഇന്ന പ്രഭാഷണം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവം അലക്സാണ്ടർ ജേക്കബ് സാറിനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമായി. അദ്ദേഹത്തെ കിട്ടാൻ സാധ്യത വല്ലതും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ആദരണീയനായ നാരായണസ്വാമി വഴി അതിന് ശ്രമിച്ചപ്പോൾ വളരെ അനുകൂലമായൊരു മറുപടി ഉണ്ടായി. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണത്തിനുള്ളിലും നിറഞ്ഞു നിൽക്കുന്നത് മാനവരാശിയോട് തന്റെ സഹജീവികളോടുള്ള സ്നേഹം തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിന്റെ കൗമാര യൗവന ഔദ്യോഗിക ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെ അദ്ദേഹം എടുത്ത് ഓരോ ഭാഗമായി അവതരിപ്പിച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് വളരെ ആദരവും അത്ഭുതവും തോന്നും. കാരണം അസാധാരണമായ ചരിത്രബോധം, അതിലുപരി ഓരോ സംഭവങ്ങളുടെയും പുറകിലുള്ള ആത്മീയതയുടെ ആ സത്ത എന്താണ്, ഭാരതീയ തത്വസംഹിതയുടെ ആഴം എന്താണ്, ഇവിടെ നമ്മൾ എഴുതിക്കളഞ്ഞ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ പലതും
വിലയേറിയതാണ് എന്ന് അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാട്ടി തന്നിട്ടുണ്ട്. അദ്ദേഹം തുമ്പമൺ എന്ന് പറയുന്നത് നമ്മുടെ അയലത്താണ് ജനിച്ചത് എന്നുള്ളത് നമുക്ക് അങ്ങേ അറ്റത്തെ ആഹ്ലാദം പകരുന്ന ഒരു കാര്യമാണ്. അവർ ഗ്രാമീണ ഭാഗത്തിൽ നിന്നും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നതും തന്റെ വിദ്യാഭ്യാസം പിന്നീട് മാറുവാനസ് കോളേജിൽ നിന്ന് ഡിഗ്രി കെമിസ്ട്രിയിൽ അദ്ദേഹം എടുക്കുകയും പിന്നീട് 3 മേഖലകളിൽ PG, ഹിസ്റ്ററി, അതുപോലെ ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്. എന്നിട്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തന്നെ അദ്ദേഹം ഈ ചരിത്ര നോവലുകളെ കുറിച്ച് അതേക്കുറിച്ച് പഠിച്ച് അതിൽ PhD നേടുക. തൊട്ടതെല്ലാം അദ്ദേഹം 1ാം സ്ഥാനത്ത് തരും. അദ്ദേഹം കോളേജ് അധ്യാപകനാവുന്നു, അതിനുമുമ്പ് പത്രപ്രവർത്തകനാവുന്നു. പിന്നീട് അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗം വേണ്ടെന്ന് വെച്ചത്, അതിൽ 1ാം റാങ്കായിരുന്നു, വേണ്ടെന്ന് വെച്ചു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഈ പോലീസ് വകുപ്പിലേക്ക് വരുന്നു. അതെങ്ങനെ വരുന്നു, അതിന് ചില സൂചനകൾ അദ്ദേഹത്തിന് കിട്ടിയതൊക്കെ നമ്മൾ കേട്ടാൽ അത്ഭുതം ചിരിക്കുന്നു. അതിൽ പ്രവേശിച്ച് ആ കോട്ടയം SP ആയിട്ട് പിന്നീട് കണ്ണൂർ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലെ ആ ഒരു പ്രത്യേക ഭാഗത്ത് നമ്മളെ അമ്പരപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ. അദ്ദേഹം അധ്യാപകനായിരിക്കും. ഈ കലയപുരത്തിൽ ശിവക്ഷേത്രം കണ്ടെത്തിയതിന്റെ കഥ അദ്ദേഹം പറഞ്ഞ് നമുക്ക് രോമാഞ്ചം തോന്നും. എങ്ങനെയാണ് കലയപുരം എന്നുള്ള പേര് വന്നത്? കുന്നത്തൂർ കലയെക്കുറിച്ച് അദ്ദേഹം അതിൽ പരാമർശിക്കുന്നു. ഇത് കുന്നത്തൂർ താലൂക്കിന്റെ ആസ്ഥാനമാണ്. കലയപുരത്തിന് പേര് വന്നത് കലയന്റെ പുരമായതുകൊണ്ട് അതൊക്കെ അദ്ദേഹം പറയുമ്പോൾ എത്രയോ വലിയ ചരിത്ര സത്യങ്ങൾ, ഇതുപോലെ ഇതര മതങ്ങളുടെ ചരിത്രങ്ങൾ, ആഗോളതലത്തിലുള്ള ചരിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ജീവിത ബന്ധാവിൽ ഔദ്യോഗിക ജീവിതകാലത്ത് അദ്ദേഹം നിർവഹിച്ചതൊക്കെ ചരിത്രത്തിലെ സത്യമായ ഭാഗങ്ങളാണ്. ജയിൽ വകുപ്പിലൂടെ അദ്ദേഹം എന്താണ് ജയിലിന് മാറ്റം വരുത്തിയത്, ജയിലിൽ കഴിഞ്ഞുകൂടുന്നവർക്കുള്ള മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത്, അദ്ദേഹം മത്സ്യകൃഷി തുടങ്ങി ഇങ്ങോട്ട് ചപ്പാത്തി മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് വികസനങ്ങൾ, ഇതെല്ലാം മാനവരാശിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ. എന്നിട്ടും അദ്ദേഹം അവിടെ ഒന്നും അടങ്ങിയിരിക്കുന്നില്ല. അദ്ദേഹം തന്റെ യാത്ര പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അവാർഡുകൾ പലത് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കുകളെ കുറിച്ച് ആമസോണിൽ നമ്മൾ നോക്കിയാൽ അറിയാം. എല്ലാ പ്രായത്തിലുള്ളവർക്കും പാകത്തിലുള്ള പുസ്തകം. ഇത്രയേറെ വായിക്കുകയും എനിക്ക് കിട്ടിയ ഒരു സെക്കൻഡ് പോലെ അദ്ദേഹം വെറുതെ വായിക്കുകയും വായിച്ച് അതിൽ നിന്നും തന്നിലേക്ക് ആവാഹിക്കുന്ന അറിവിനെ അപ്പോൾ തന്നെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന വലിയ അറിവിന്റെ വലിയൊരു സ്രോതസ്സാണ് ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ. എല്ലാ ആദരവോടും കൂടി അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ വേദിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അങ്ങയെ നമിച്ചുകൊണ്ട് അങ്ങേക്ക് എല്ലാവിധ സ്വാഗതവും ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്ന ബ്രഹ്മശ്രീ S. നാരായണസ്വാമി അവർക്കാണ്. ശ്രീ നാരായണസ്വാമി കൊല്ലത്താണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം ഒരുപക്ഷെ ഭാരതം മുഴുവനാണ്. അദ്ദേഹം അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്ര സമിതിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹവും ഒരു നിമിഷം പോലും വെറുതെ അരനിമിഷം പോലും അദ്ദേഹം കളയുന്നില്ല. എവിടൊക്കെ ആരൊക്കെയാണോ ആത്മീയ തലത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നത് അവർ ആവശ്യപ്പെട്ടാൽ തന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടേക്ക് ഓടിവരികയും നിസ്വാർത്ഥനായി തന്റെ കർമ്മയോഗി എന്ന് പറയുന്ന അദ്ദേഹത്തെയാണ്. തന്റെ കർമ്മത്തെ അന്വേഷിക്കും. ഒരു പബ്ലിസിറ്റി അതിന് ആവശ്യമില്ല, ഒരു പ്രതിഫലവും വേണ്ട. പക്ഷേ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ വലിപ്പം, അതിന്റെ ആഴം, അതിന്റെ സത്ത് ആലോചിച്ചാൽ ഒരു മനുഷ്യജീവൻ ഇത്രയേറെ സഹജീവികളോടും താൻ ജനിച്ച രാജ്യത്തോടും സമൂഹത്തോടും പുലർത്താൻ കഴിയുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹത്തെ അനുകരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരം. ഞാൻ നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് സ്വാർത്ഥത ഇരിക്കുന്നത് കൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ പോലെ ആകാൻ കഴിയും.
ഏറ്റവും ലളിതമായ ജീവിതം. അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്ന സൈക്കിളിലായിരിക്കും. പലപ്പോഴും ആ സൈക്കിളിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് സൂചനയാണ്. ലളിതമായ ജീവിതം. എന്താണോ പഠിച്ചത് അത് ജീവിതത്തിൽ പകർത്തുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഭാരതത്തിലെ എമ്പാടുമുള്ള ആത്മീയ സംഘടനകളുമായിട്ടും ആത്മീയ പ്രവർത്തകരുമായിട്ടും ബന്ധപ്പെടുന്നു. അദ്ദേഹം വലിയൊരു സേവന രംഗത്താണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഡയാലിസിസ് ദിവസം 12 പേർക്കെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം സൗജന്യമായി നിർവഹിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംഘടന, സായി സംഘടന, അതിന്റെ പേരിലുള്ള അനാഥാലയം തുടങ്ങി വിവിധ ആത്മീയ മേഖലകളിൽ അങ്ങനെ വേർതിരിവൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം തന്നാൽ ആവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവാണ്. ഈ ധന്യാത്മാവിനെ എല്ലാ വിധത്തിലുള്ള ആദരവോടും കൂടി ഈ വേദിയിലേക്ക് എല്ലാവരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്യും. ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും അതുപോലെ ഇവിടെ നടന്നു വരുന്ന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ധന്യാത്മാക്കൾക്കും ഒരു ഔപചാരികതയും കൂടാതെ അവരെയൊക്കെ മനസ്സുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് എല്ലാവരെയും, എന്റെ ഗുരുനാഥന്മാരെയും സ്വാമിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടി തുടരുന്നു. അടുത്തതായി ഉദ്ഘാടന പ്രഭാഷണമാണ് വേദശ്രീ പറക്കോട് NV നമ്പ്യാതിരി സാർ, നമ്മുടെ ഏവരുടെയും ഗുരുനാഥൻ, ആധ്യാത്മിക രംഗത്തെ പ്രഗത്ഭനായ പ്രഭാഷകൻ, ശ്രീമദ് ദേവി ഭാഗവതം ഉൾപ്പെടെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം നിർവഹിച്ച മഹാത്മാവ്. അറിവ് നേടുന്നതിനായി തന്നെ സമർപ്പിക്കുന്ന ഓരോരുത്തർക്കും അതിന്റെ തനത് രീതിയിൽ നൽകുന്നതിനായി സാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവം അത് നമുക്ക് ഏവർക്കും വലിയൊരു അനുഗ്രഹമാണ്. സാറിനെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നതിനുമായി വേദിയിലേക്ക് സവിനയം ക്ഷണിക്കുന്നു. അങ്ങനെ എടുത്തോളൂ. തിരിച്ചു കഴിഞ്ഞാലേ കുറച്ച് ഏരിയ നമുക്ക് അറിയാൻ ഇത്ര വൈഡായിട്ടുള്ള ഏരിയ കവർ ചെയ്തേക്കില്ല.
ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി അലക്സാണ്ടർ സാറിനും ശ്രീ നാരായണനും മറ്റ് പ്രശസ്ത വ്യക്തികൾക്കുമെല്ലാം എന്ന് വിനയപൂർവ്വമായി നമസ്കാരം. ഈ അടുത്ത കാലത്തായി മിക്കവാറും എല്ലാ ശനിയാഴ്ചയും ഒരു 2 മണിക്കൂർ നേരം ഇവിടെ വന്ന് ഭഗവത്ഗീതയെ സംബന്ധിച്ച് ഞാൻ ധരിച്ചിട്ടുള്ള വിധത്തിൽ വിശദീകരിച്ച് കേൾപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണോ അതിൻ്റെ പരമമായ ലക്ഷ്യം എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രോതാക്കളാണ് തീരുമാനിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഗീതാശ്രവണത്തിന് വേണ്ടി പഠനത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു നല്ല വിഭാഗം ആളുകൾ ഗീത വേണ്ടതുപോലെ പഠിച്ചിട്ടുള്ളവരാണ് എന്ന് എനിക്കറിയാം. എങ്കിലും ആ കാഴ്ചപ്പാടിലെ ഏതെങ്കിലും തരത്തിലൊരു വ്യതിയാനം ഉണ്ട് എങ്കിൽ, ഞാൻ കാണുന്നത് ആ തരത്തിലാണ് എങ്കിൽ സ്വീകരിക്കാനുള്ള മനസ്സും ഇതിലെ ശ്രോതാക്കൾക്കുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ കൂട്ടത്തിലൊന്ന് അനുസ്മരിക്കട്ടെ. ഒരു പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ സാറിൻ്റെ സംഭാഷണം ഞാൻ കേട്ടത്. വർഷം ഏതാണ്ട് 2 കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ശക്തിഭദ്ര സാംസ്കാരിക കേന്ദ്രത്തിലെ ഒരു വാർഷിക സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ശക്തിഭദ്രനെ പറ്റി മാത്രമല്ല, ശക്തിഭദ്രന്മാരെ സംബന്ധിച്ച് അദ്ദേഹം ശരിക്ക് അനലൈസ് ചെയ്ത് പറയുണ്ടായി. ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചത്, ഈ തരത്തില് സർക്കാരിൻ്റെ ഒരു ഉദ്യോഗം വഹിക്കുന്ന, ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗം വഹിക്കുന്ന ഒരാൾ സാഹിത്യത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സംസ്കൃത സാഹിത്യത്തെ സംബന്ധിച്ച്, നാസ്തിക ചൂടാമണിയെ സംബന്ധിച്ച് ഞാനപ്പോൾ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആശ്ചര്യ ചൂടാമണിയിട്ടുണ്ട്. എൻ്റെ വ്യാഖ്യാനം സംസ്കൃതവും അതിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ അപ്രീസിയേഷനും കൂടെ കൂടിയ ഒരു ഗ്രന്ഥം ഞാൻ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അതിനെ കേന്ദ്രീകരിച്ചാണ് അന്ന് മിക്കവാറും സംസാരിച്ചത് എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് ഒരു ദർശന സൗഭാഗ്യം
അലക്സാണ്ടർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്ന് നേരത്തെ വിചാരിച്ചിരുന്ന എനിക്ക് ആ ധാരണ ഒന്ന് മാറ്റി എടുക്കേണ്ടി വന്നു സാറിന്റെ സംസാരം കേട്ടപ്പോൾ. ആധ്യാത്മികമായ വിഷയത്തെ സംബന്ധിച്ച് അതായിരിക്കും സാറിന്റെ സംഭാഷണത്തിന് അടിസ്ഥാനമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ വ്യാപിപ്പിക്കുന്നില്ല. കാരണം ശ്രീമദ് ഭഗവത്ഗീത മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെ ശരിക്കും ഉൾക്കൊണ്ട് വ്യാഖ്യാനിക്കേണ്ട ഗ്രന്ഥമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വെറും ആധ്യാത്മിക വിഷയം മാത്രമല്ലത്. അവിടെ 3 വിഷയങ്ങളാണ് സമന്വയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഭഗവത്ഗീതയിൽ. ഒന്നാമത്തെ ഒരു വ്യക്തിയുടെ ബുദ്ധിപരമായ വികാസം, രണ്ടാമത് മാനസികമായ വികാസം, മൂന്നാമത് ശരീരത്തിന്റെ. ഈ 3 സമഞ്ജസമായി യോജിപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അതിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കൂ. അതിന്റെ പരമലക്ഷ്യം എന്ന് തിട്ടപ്പെടുത്താൻ ആകും. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അതിന്റെ പരമാവധി എവിടെ വരെയാണ് വളരുന്നത് എന്നുള്ളതിന് ഒരു അതിരുമില്ല. പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ വ്യക്തിത്വമാണോ, രാജേന്ദ്ര പ്രസാദിന്റെ വ്യക്തിത്വമാണോ ശ്രേഷ്ഠമായ വ്യക്തിത്വം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? കഴിയില്ല. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളർച്ച ആ ജീവന്റെ ജന്മവാസനയെ കൂടെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ വ്യക്തിത്വ വികാസം എന്നുള്ളതിന് ഭഗവത്ഗീതയിൽ ആധ്യാത്മികമായ ആ പരമലക്ഷ്യം നേടുക എന്നുള്ളതിന് അപ്പുറത്ത് ഇങ്ങനെ നിത്യജീവിതത്തിലെ ഈ വ്യക്തിത്വ വികാസം കൂടെ കണക്കിലെടുക്കേണ്ടതാണ്. ഗീത പഠിക്കുമ്പോൾ അതൊരു വിഷയമായിട്ട് നാം സ്വീകരിച്ചേമില്ല. ഇങ്ങനെ മനുഷ്യ ജീവിതത്തെ മൊത്തത്തിലെടുത്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന ആധ്യാത്മികമായ ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഈ അടുത്ത കാലത്ത് ആധുനിക വിഷയങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല വേണ്ടതുപോലെ അത്തരം വിഷയങ്ങൾ ഭഗവത്ഗീതയിൽ കൂടി ചേരും എന്ന്. കാരണം അത് മറ്റൊരു വിഷയം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ വികാസത്തിന്റെ അതിര് ഏത് എന്ന് നമുക്ക് തീരുമാനിക്കാനാവുമോ? ആവില്ല. അറിവിന്റെ അതിര് എവിടെയാണ് എന്ന് തീരുമാനിക്കാനാവുമോ? അത് സാധ്യമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് അവഗ്രഹിച്ച് എടുക്കാൻ സാധ്യമല്ല. അതിന്റെ വികാസത്തിന് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്തു കൊടുക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനൊരു പരിധി കൽപ്പിക്കാൻ സാധ്യമല്ല. ഒരാളുടെ ബുദ്ധിപരമായ വികാസം നമുക്ക് പല സന്ദർഭങ്ങളിലൂടെ അറിയാൻ കഴിയും. ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതേപോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രം വളർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വിഷമമില്ല. അതേസമയം ആ വളർച്ച ആ വ്യക്തിയെ സംബന്ധിച്ച വളർച്ചയാണോ, ബുദ്ധിപരമായ വികാസം അല്ലെങ്കിൽ വളർച്ച മാറ്റം, അത് ആ വ്യക്തിയുടെ ശരിയായ വളർച്ചയാണോ ചോദിച്ചാൽ സമ്മതിക്കുന്ന പ്രയാസം. വ്യക്തിയുടെ ശാരീരികമായ വളർച്ച അത് വളർച്ചയാണോ? നമുക്ക് തീരുമാനിക്കാൻ പ്രയാസം. അതുപോലെ മാനസികമായ വളർച്ച, ഇത് സമഞ്ജസമായിട്ട് ചേരുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ വളർച്ചയായിട്ട് കണക്കാക്കാൻ കഴിയൂ. ഇരിക്കുന്ന ഒരാളിനെ സംബോധന ചെയ്യുന്ന ആ വാക്കുണ്ട്,
ഒരാളിന്റെ വ്യക്തിത്വത്തിന്റെ വികാസം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു വിഷമവുമില്ല. ഉദാഹരണത്തിന് പറയുകയാണ്, 2-3 പേര് കിട്ടുന്നു. അപ്പോഴാണ് പ്രായമായ ഒരാള് ആ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു ചെറുപ്പക്കാരൻ നല്ല ഡ്രസ്സോടുകൂടി ഇരിക്കുന്ന ചെറുപ്പക്കാരൻ അതുപോലെ തന്നെ ഇരിക്കുന്നു. കുറച്ച് പ്രായമായ മറ്റു കഴിവുണ്ട്. വളരെ വേഗം ചാടി നിസ്കരിക്കും. ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ, ഈ ആളിന്, ഈ ചെറുപ്പക്കാരന് വളർച്ച വികാസം ഉണ്ടായിട്ടുണ്ടോ? നല്ല ഉയർന്ന ജോലിയിലിരിക്കുന്ന ആളാണ്, ഉയർന്ന വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. ആ ആളിന് വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയാൻ കഴിയുമോ? സംസ്കാരമുണ്ട് എന്ന് പറയാൻ കഴിയുമോ? നേരെ മറിച്ച് ആ ആൾ ചെറുപ്പക്കാരനെ എഴുന്നേറ്റ് സംസ്കരിച്ചു എങ്കിൽ, ആരെക്കുറിച്ച് നമസ്കരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എഴുന്നേറ്റ് അദ്ദേഹത്തിനെ വണങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മാനസികമായ വികാസം എത്രത്തോളം ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കാൻ ഇഷ്ടമില്ല. നേരെ മറിച്ച് എഴുന്നേറ്റാതെ ഇരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്നത് ഈ വികാസമാണ്. മാനസികമായ വികാസം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബുദ്ധിപരമായി വളരെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ചതുകൊണ്ട് അവന് വളർച്ച ഉണ്ടായി എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും. ഇപ്പോൾ ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു വ്യക്തിയെ അതിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതിനുള്ള എളുപ്പമാണ് പറയുന്നത്. അവിടെ ആധ്യാത്മികമായ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാതെ ഈ വളർച്ച, സമഞ്ജസമായ ഈ വളർച്ച സാധ്യമല്ല എന്നുള്ളത് നമ്മെ അറിവുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കൂടുതൽ ആ വിഷയത്തെ സംബന്ധിച്ച് അറിയണമെങ്കിൽ, ആ വ്യക്തിത്വ വികാസത്തെ സംബന്ധിച്ച് ഭഗവത്ഗീത കാണുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുകയാണ് രംഗനാഥാനസ്വാമിയുടെ പഠിക്കുക, വായിക്കുക. അപ്പോൾ കുറെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഞാൻ നിർത്തുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് ഇതിന്റെ സംഘാടകർ തമ്മിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കായിരുന്നില്ല. കാര്യങ്ങൾ നാരായണനെ പോലെ ഈ ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ കാര്യങ്ങളുണ്ടാകും. മറ്റൊരു കാര്യം, നമുക്കുള്ള വിശിഷ്ട അതിഥിയായിട്ട് വന്നിരിക്കുന്ന അലക്സാണ്ടർ സാറ് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞ് കേൾപ്പിക്കും എന്നുള്ളത് എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സമയം എടുക്കുന്നില്ല. അദ്ദേഹത്തിന് സമയം കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ ഈ സംഭാഷണം നിർത്തുകയാണ്. നമസ്കാരം. മുഖ്യ പ്രഭാഷണമാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവർ, റിട്ടയർഡ് DGP. ഏവർക്കും സുപരിചിതനും യുവതലമുറയുടെ മാർഗദർശിയുമാണ് ഇദ്ദേഹം. സാറിന്റെ ജീവിതം നമുക്ക് വലിയൊരു പാഠ്യപുസ്തകമാണ്. വിജ്ഞാനത്തിന്റെയും ജീവിതാനുഭവത്തിന്റെയും സാമൂഹ്യ ബോധത്തിന്റെയും നിറഞ്ഞ വ്യക്തിത്വമായ അലക്സാണ്ടർ ജേക്കബ് സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി ആദരവപൂർവ്വം ക്ഷണിക്കും. വിഭൂഷിഷ്ടായ ശ്രേഷ്ഠ വ്യക്തികളെ, ഇവിടെ എത്തിയിരിക്കുന്ന സജ്ജനങ്ങളെ, ഒരു വർഷമായി കോവിഡിനെ പേടിച്ച് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സഹോദരങ്ങളുടെ 2 പേരുടെ മക്കളുടെ വിവാഹത്തിന് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. എങ്കിലും ശ്രീ നാരായണസ്വാമി ഇതുപോലൊരു ഫംഗ്ഷന് വിളിച്ചപ്പോൾ ഇവിടെ വരുവാനും നിങ്ങളോട് സമ്മതിക്കാനും കഴിയുന്നത് വലിയ ഭാഗ്യമുഹൂർത്തം എന്ന് ഞാൻ കരുതുന്നു. ഭാഗവത സപ്താഹങ്ങൾ തുടങ്ങിയതിനെപ്പറ്റി പുരാണങ്ങളിൽ വളരെ കൃത്യമായ കഥ പറയുന്നുണ്ട്.
അയോധ്യയിലെ സുദർശന രാജാവാണ് ഭാഗവത സപ്താഹം ഇന്ത്യ മുഴുവൻ പരക്കാൻ കാരണഭൂതനായ വ്യക്തി. അദ്ദേഹം ധ്രുവാസന്ധി രാജാവിന്റെ മകനായിരുന്നു. ധ്രുവാസന്ധി രാജാവ് 2 വിവാഹം കഴിച്ചിരുന്നു. ആദ്യം കലിംഗ രാജാവായ വീരസേനന്റെ മകൾ മനോരമയും, പിന്നീട് അദ്ദേഹം വളരെ പ്രസിദ്ധനായ മറ്റൊരു രാജാവിന്റെ മകൾ ലീലാവതിയും വിവാഹം കഴിച്ചത്. വിഭാജിത് രാജാവിന്റെ മകൾ ലീലാവതിയും. സുദർശന രാജാവിന് 10 വയസ്സായപ്പോൾ അച്ഛൻ ധ്രുവാസന്ധി വേട്ടയാടാൻ പോയി. അവിടെ വെച്ചൊരു സിംഹവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. മൂത്ത മകനായതുകൊണ്ട് സുദർശന രാജാവിനെ രാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ലീലാവതിയുടെ അച്ഛൻ സൈന്യവുമായിട്ട് വന്ന് യുദ്ധം ചെയ്യുകയും മനോരമയുടെ പിതാവിനെ വധിക്കുകയും സുദർശനന്റെ ജീവിതം അപകടത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരെ അവിടുന്ന് രക്ഷപ്പെട്ട് പ്രസിദ്ധനായ മഹർഷിയുടെ വാസസ്ഥലത്ത് പോയി താമസിക്കുക. അവിടെയും ആക്രമിക്കാൻ ചെന്നു യുധാജിത്ത്. കാരണം അദ്ദേഹത്തിന്റെ മകൾ ലീലാവതിയുടെ മകൻ ശത്രുജിത്തിനെ രാജാവാക്കണം, അതായിരുന്നു ലക്ഷ്യം. പക്ഷെ മഹർഷി പറഞ്ഞു, ഇത് മഹർഷിയുടെ ആശ്രമമാണ്, ഇവിടെ സൈന്യത്തെ കൊണ്ട് കയറാനൊക്കത്തില്ലാന്ന് പറഞ്ഞ് വരത്തി അയച്ചു. അവിടെ വെച്ച് കാളി ഭഗവതി അദ്ദേഹത്തിന് മന്ത്രങ്ങൾ കൊടുക്കുകയും അങ്ങനെ തിരിച്ചു വന്ന അദ്ദേഹം യുദ്ധം ജയിച്ച് അയോധ്യയിലെ രാജാവായി വാഴുകയും ചെയ്തു. അദ്ദേഹം കാശി രാജാവിന്റെ മകൾ ശശികലയെ വിവാഹം കഴിക്കുകയും ഒരു രാജ്യത്ത് ധർമ്മം നിലനിൽക്കണമെങ്കിൽ ഭാഗവതം ആ രാജ്യത്തെ ജനങ്ങൾ പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ എങ്ങനെ നേരിടണമെന്ന് ജനം പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് 7 ദിവസം കൊണ്ട് ഭാഗവതം പഠിപ്പിക്കാൻ വേണ്ടി സുദർശന രാജാവ് തുടങ്ങി വെച്ചതാണ് ഭാഗവത സപ്താഹങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ 3000 വർഷത്തിലേറെ ഭാരതത്തിലെ ജനതയെ ധർമ്മം നോക്കി ജീവിക്കാൻ പഠിച്ചത് ഭാഗവത സപ്താഹങ്ങളാണ്. വലിയൊരു ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി നിങ്ങളിവിടെ സമ്മേളിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഇത് കേൾക്കാനും ധർമ്മം മനസ്സിലാക്കി ജീവിക്കാനും കഴിയുന്ന അത്ഭുതകരമായ ഒരു സാഹചര്യം സംജാതമാവുകയാണ്. ഭാഗവത സപ്താഹം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി അവിടെ ഊന്നൽ കൊടുക്കുന്നത് ഭഗവാന്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച ഭഗവത്ഗീത എന്ന അത്ഭുത ഗ്രന്ഥത്തെപ്പറ്റി പഠിക്കുവാൻ ഭാഗവത സപ്താഹത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട്. ഭഗവത്ഗീതയും അതിന്റെ ആശയങ്ങളും നമ്മളെയൊക്കെ വളരെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ പ്രത്യേകമായ ഒരു അനുഭവമുണ്ട്. ഞാൻ 4 വയസ്സുവരെ ഊമനും ബധിരനും ആയിരുന്നു. സംസാരശേഷിയില്ല. സാറിന് ഇങ്ങനെ ഒരു മകൻ ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് എന്റെ അച്ഛനോട് ആളുകൾ വന്ന് സഹതപിക്കുന്നത് എനിക്ക് കേൾക്കാം, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അച്ഛൻ തൃശ്ശൂരിലെ പ്രസിദ്ധമായ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ പോയി. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഹൈസ്കൂൾ ടീച്ചറാണ്. തിരിച്ച് ബസ്സിൽ മടങ്ങുമ്പോൾ അർദ്ധനഗ്നനായ ഒരു സന്യാസി ബസ്സിനകത്ത് കയറി തൊട്ടടുത്ത സീറ്റിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ബസ്സിൽ 4 സീറ്റ് ഒഴിഞ്ഞു കിടക്കാണ്. പക്ഷെ ശിഷ്യൻ ഇങ്ങനെ കമ്പെ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. അപ്പൊ എന്റെ പിതാവ് ആ ശിഷ്യനോട് പറഞ്ഞു, ഇരിക്കടോ, 4 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. അയാളൊന്നും പറ്റിയല്ല, ഗുരുവിന് സമാനനായി എനിക്ക് ഇരിക്കാൻ പറ്റിയല്ല. ഒന്നുകിൽ ഞാൻ ബസ്സിന്റെ തറയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കണം, തമ്മിൽ പിടിച്ചു നിൽക്കുന്നതാണ് സുഖം. എന്റെ അച്ഛൻ ആ സന്യാസിയോടും ആ ശിഷ്യനോടും പുച്ഛം തോന്നി. കാരണം ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന, നിൽക്കാതെ കമ്പയെ പിടിച്ച് തൂങ്ങി നടക്കുന്ന ആൾ. ഇത്രയുമായപ്പോൾ ആ സന്യാസി ഹിമാലയ സ്ഥാനിക്കളിൽ നിന്ന് വന്നതാണ്. 20 കൊല്ലത്തെ തപസ്സം കണ്ടു കഴിഞ്ഞ് വരികയാണ്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കയറി വടക്കുന്നാഥനെ വണങ്ങിയിട്ട് തിരിച്ച് ബസ്സിൽ കയറിയപ്പോഴാണ് എന്റെ അച്ഛന്റെ അടുത്ത് വന്നിരിക്കുന്നത്. സന്യാസി പെർഫെക്റ്റ് ഇംഗ്ലീഷിൽ തുടങ്ങി, യു ആർ മിസ്റ്റർ ജേക്കബ്, യു ആർ കം ടു തൃശൂർ ഫോർ ദി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്.
എന്റെ അച്ഛൻ അക്ഷരം ഞെട്ടിപ്പോയി. അർത്ഥനഗ്നനായ ഒരു സന്യാസി പെർഫെക്റ്റ് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കും? അദ്ദേഹം സംസാരിച്ച് തിരുവനന്തപുരത്തെത്തിയപ്പം എന്റെ പിതാവ് ആ സന്യാസിയോട് പറഞ്ഞു, വീട്ടിൽ വന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ നേരെ കന്യാകുമാരിയെ കണ്ട് ഉണങ്ങിയിട്ട് തിരിച്ചു വരുള്ളൂ. തിരിച്ചു വരുന്ന സമയത്ത് അങ്ങയുടെ വീട്ടിൽ ഞാൻ വന്നതാണ്. എന്റെ അച്ഛനോടെ പേപ്പർ കൊടുത്ത് അഡ്രസ് കുറിക്കാൻ. സന്യാസിയോട് എനിക്ക് അഡ്രസ് ഒന്നും കുറിച്ചാൽ അങ്ങയുടെ വീട് എനിക്ക് ഇപ്പോഴേ കാണാം, ഞാൻ വന്നതാന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം സന്ധ്യ ആയപ്പോൾ സന്യാസിയും ശിഷ്യനും കൂടി എന്റെ വീടിന്റെ മുറ്റത്ത് വന്നു. സന്യാസിന്റെ അച്ഛനോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ സ്ത്രീകൾ ആരും എന്റെ മുമ്പിൽ വരാൻ പാടില്ല. ആരും കിടക്കാത്ത ഒരു പായ എനിക്ക് രാത്രിയിൽ കിടക്കാൻ തരണം. നാളെ രാവിലെ കിണറ്റിലെ ആ കപ്പിയുടെ 2 സൈഡിലൂടെ തൊട്ടി കെട്ടണം. എന്നിട്ട് കണ്ടിന്യൂസ് 101 കുടം വെള്ളം എന്റെ തലയിൽ ഒഴിച്ച് പൂജ ചെയ്യാമെന്ന്. അപ്പൊ എന്റെ പിതാവ് ഈ ദുർവാസാവ മോക്ഷപ്പെടി കേട്ടിട്ടുണ്ട്. വല്ല ശാപമൊക്കെ ശവിച്ച ഗതികളില്ല. അപ്പൊ എന്റെ അമ്മയോട് പറഞ്ഞു, മുറിക്കാത്ത ചേർത്ത് കഥ വെക്കണം, പുറത്തൊക്കെ വന്നേക്കുന്നു. എന്റെ പിതാവോടെ തന്നെ പോയി ഒരു മെത്തപ്പ വാങ്ങിച്ചോളൂ, ആരും കിടക്കാത്തൊരു പാ വാങ്ങിച്ചോണ്ടെന്ന് സന്യാസി കൊടുത്തു. നേരം കൊടുത്തപ്പോ 2 തൊട്ടി കൊണ്ട് കെട്ടി സന്യാസി വന്ന് കിണറിന്റെ കരയ്ക്ക് ഇങ്ങനെ ഇരുന്നു. 101 കുടം വെള്ളം ഒഴിച്ച് കുളിച്ച ശേഷം ഈറൻ അണിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നു. ഇവിടെ ഒരു ഊമനായ ഒരു കുട്ടി ലവനെ വിളിക്കാൻ പറഞ്ഞു. എന്നെപ്പോലൊരു കുട്ടിയുണ്ടെന്ന് എന്റെ അച്ഛൻ സന്യാസിയോട് പറഞ്ഞിട്ടില്ല. എന്നെ വിളിച്ച് മുമ്പിൽ നിർത്തിയിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞൊരു 6 മാസം കഴിഞ്ഞ് ഈ കുട്ടി സംസാരിക്കും. ഈ കുട്ടി ഇന്ത്യയിലെ വേദശാസ്ത്രങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കും. ഇതുവരെ സംസാരിക്കാത്തൊന്നും പേടിക്കല്ല, അതിന്റെ കടം തീർത്തി ഇവൻ സംസാരിച്ചോളൂന്ന് പറഞ്ഞു. ഇവൻ ആദ്യം സംസാരിക്കുന്നത് എഴുതുന്ന ഒരു വസ്തുവിന്റെ പേരാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ സംസാരിച്ചു തുടങ്ങി. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ചോക്കെന്നാണ് ഈ എഴുതുന്നത്. സ്വാമി പറഞ്ഞ പോലെ 4 വർഷത്തെ കടവൊക്കെ വീട്ടി ഞാൻ പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഹിമാലയ സാനിക്കളിൽ നിന്ന് വന്ന കാളീഭക്തനായ ആ സന്യാസിയുടെ അനുഗ്രഹം കൊണ്ട് സംസാരശേഷി കിട്ടിയ ഒരാളാണ് ഞാൻ. അതെന്റെ ജീവിതത്തിലെ ഒരു വ്യക്തിപരമായ അനുഭവം നിങ്ങളോട് പറയുക. ഇത് പലരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു സന്യാസിക്ക് ഡോക്ടറാവാൻ പറ്റുമോ? അപ്പോൾ സന്യാസിക്ക് എങ്ങനെയാണ് ഈ ശക്തി കിട്ടിയത്? അതാണ് ഭാരതത്തിലെ വലിയ ഭക്തി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങളുടെ വലിയ നേട്ടം എന്ന് പറയുന്നു. ഭാഗവത് സപ്താഹത്തിലൂടെ നമ്മൾ ഭാരതത്തിന്റെ ഭഗവാൻ പറഞ്ഞ വാക്കുകളും ഭഗവാന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങളും നമ്മളെ പഠിപ്പിക്കുമ്പോഴാണ് അത്ഭുതകരമായ ഈ വിശാലമായ പ്രപഞ്ചം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഓരോ മനുഷ്യനും ഇതിനെ കണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആറ്റം ബോംബ് കണ്ടുപിടിച്ചു. മെക്സിക്കോ സിറ്റിയിൽ ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് K-25 പൊട്ടിക്കുക. അത് കാണാനായിട്ട് അതിന്റെ ഉപജ്ഞാതാക്കളിൽ പ്രധാനി ഓപ്പൻഹീമർ എന്ന് പറഞ്ഞ ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടി ഭയങ്കര ശബ്ദമായിട്ട് ഈ പുകപടലങ്ങളും തീയും എല്ലാം ആകാശത്തോട്ട് പറക്കുമ്പോൾ 8 കിലോമീറ്റർ അകലെ ഒരു സ്റ്റീൽ ഫ്രെയിമിനകത്ത് ഇരുന്നുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരിത് കാണുന്നത്. ഓപ്പൻഹീമർ പെട്ടെന്ന് ചൊല്ലിയത് ഭഗവത്ഗീതയിലെ 11ാം അധ്യായത്തിലെ പ്രസിദ്ധമായ ശ്ലോകമാണ്. ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല. കോടി കോടി സൂര്യപ്രഭ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകമാണ്. കോടി സൂര്യന്മാർ ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കുമോ അതുപോലെയാണ് ആറ്റം ബോംബിന്റെ ശക്തിയെന്ന്. ജർമ്മൻകാരനായ ഒരു ശാസ്ത്രജ്ഞൻ അമേരിക്കയിലെ മെക്സിക്കോയിൽ വെച്ച് ആറ്റം ബോംബിനെ വർണ്ണിക്കാൻ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം എടുത്തു എന്ന് പറയുമ്പോഴാണ് രസകരമായ എന്റെ സാരാംശം മനസ്സിലാക്കാൻ പറ്റുക. C.S. എലിയട്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വേസ്റ്റ് ലാൻഡ് ആൻഡ് 4 ക്വാർട്ടേഴ്സ് എഴുതുമ്പോൾ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഭഗവത്ഗീതയുടെ താളുകളിൽ നിന്നാണ്. നൊബേൽ സമ്മാനം കിട്ടിയ റൊമൈൻ റോളണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നത് ഭഗവത്ഗീതയിൽ നിന്നാണ്. മാക്സ് മുള്ളർ അദ്ദേഹത്തിന്റെ സീക്രട്ട് ബുക്സ് ഓഫ് ദ ഈസ്റ്റ് 50 വോള്യങ്ങളായി പബ്ലിഷ് ചെയ്തപ്പോൾ ഒരു വോള്യം മുഴുവൻ ഭഗവത്ഗീതയാണ്. ലോകത്തിനെ ഭഗവത്ഗീതയെ പരിചയപ്പെടുത്തുകയാണ് മാക്സ് മുള്ളർ. ജർമ്മൻകാരനാണ്, എഴുതുന്നത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ഇരുന്നാണ്. ലോകത്തിൽ ഇത്രമാത്രം വ്യാഖ്യാനങ്ങൾ രചിക്കുകയും
നമുക്ക് ഈ അത്ഭുത ലോകം തുറന്നു തരികയും ചെയ്തതിൽ നിരവധി മഹാരഥന്മാരുണ്ട്. ശങ്കരാചാര്യരുടെ ഗീതാഭാഷ്യം തൊട്ട് നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന ചിന്മയാനന്ദ സ്വാമി തൊട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന സർവപ്പള്ളി രാധാകൃഷ്ണന്റെ പ്രസിദ്ധമായ കമ്പാരിറ്റീവ് ഇന്ത്യയുടെ ഫിലോസഫിയും വെസ്റ്റേൺ ഫിലോസഫിയും കമ്പാരിസൺ ചെയ്തുകൊണ്ട് ഭഗവത്ഗീത വ്യാഖ്യാനിച്ച അത്ഭുതവും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയാണ്. ലോകത്തിലെ മഹാന്മാരായ ചിന്തകന്മാരിൽ 100ഓളം പേര് പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഉൾപ്പെടെ കോട്ട് ചെയ്ത അത്ഭുതകരമായ പുസ്തകമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവത്ഗീത ശ്രമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു പുസ്തകം യേശുക്രിസ്തുവിന്റെ മലമുകളിലെ പ്രസംഗവും ഭഗവാൻ കൃഷ്ണന്റെ ഭഗവത്ഗീതയും കമ്പയർ ചെയ്ത ശേഷം 12 ഭഗവത്ഗീതയിൽ നിന്ന് യേശുക്രിസ്തു മലമുകളിലെ പ്രസംഗത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ആ പുസ്തകം പറയുന്നത്. പള്ളിയിലെങ്ങാണ് ചെന്ന് ഞാനിത് പറഞ്ഞ് എന്നെ തല്ലി കൊന്നിരിക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ യേശുക്രിസ്തുവിനെ ഇവരെ സ്വാധീനിച്ച അത്ഭുതകരമായ ഒന്ന് ഭഗവത്ഗീതയാണ് എന്നുള്ളതാണ്. അപ്പൊ അത്ര വിശാലമായ ഒരു സത്യത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മളതിനെ 2-3 ആംഗിളിലൂടെ പഠിച്ചിരിക്കണം. ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും ഭഗവത്ഗീത വളരെ ശ്രദ്ധാപൂർവം പറയുന്നു, ഇതീ ഭഗവത്ഗീത സുപനിഷത്സു ബ്രഹ്മവിദ്യായ യോഗശാസ്ത്ര പ്രഥമാധ്യായം സമാപ്തം, ദ്വിതീയാധ്യായം സമാപ്തം. ഭഗവത്ഗീതയ്ക്ക് 3 ആംഗിളുണ്ട്. ഒന്ന്, ഉപനിഷത്തായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു ഭഗവത്ഗീത. ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ 1800 ഉപനിഷത്തുണ്ട്. അതിൽ 108 എണ്ണമാണ് ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കേണ്ടത്. അതിൽ ഗ്രേറ്റ് എന്ന് വിളിക്കപ്പെടുന്നത് 8 എണ്ണമാണ്. ചിലർ 9 എന്ന് പറയുന്നു. ഈശം കേനം, കടം പ്രശ്നം, ഉണ്ടകം മാണ്ഡൂക്യം, തൈത്തീര്യം, ബൃഹദാരണ്യം, ചാന്തോക്യം ഒക്കെ തുടങ്ങിയ 9. പക്ഷെ ബ്രിട്ടീഷുകാർ ഈ ഉപനിഷത്തെല്ലാം കളക്ട് ചെയ്ത് വന്നപ്പോൾ 1428 ഉപനിഷത്ത് കണ്ടെത്തിയിട്ടുണ്ട്. എവിടുന്നാണ് അവന്മാർ കണ്ടത് എനിക്കറിഞ്ഞില്ല. നമ്മൾ പഠിച്ച കണക്കനുസരിച്ച് 1008 ഉള്ളൂ. പക്ഷെ അവന്മാർ ഉപനിഷത്താണെന്നും പറഞ്ഞ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിനകത്ത് 1428 ഉപനിഷത്തുണ്ട്. അപ്പൊ ഉപനിഷത്തുകളുടെ സാരസംഗ്രഹമായി ഭഗവത്ഗീതയെ പഠിക്കാം. അതൊരു ആംഗിളാണ്, പർട്ടിക്കുലർ ആംഗിൾ. രണ്ടാമത് ബ്രഹ്മവിദ്യ എന്നുള്ള നിലയ്ക്ക് ഭഗവത്ഗീതയെ പഠിക്കണം. അത് കുറച്ചുകൂടെ കട്ടിയാണ്, നമുക്ക് സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല. ഞാൻ ഭൂമിയിൽ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ വെച്ച് ഒരുപക്ഷെ ഞാൻ പരാജയപ്പെട്ട പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് മലയാളിയായി ജനിച്ചവരിൽ ഏറ്റവും മഹാനായ മനുഷ്യൻ, ഗ്രേറ്റസ്റ്റ് മലയാളി എവർ ബോൺ, ശങ്കരാചാര്യർ. അദ്ദേഹത്തിന് ബ്രഹ്മസൂത്ര ഭാഷയാണ്. കടു കട്ടിയാണ്, സ്റ്റീലിനേക്കാൾ കട്ടിയാണ്, കഴിച്ച പെട്ടെന്ന് ജയിക്കുകയില്ല. ആ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ബ്രഹ്മവിദ്യയായി ഭഗവത്ഗീത നോക്കുക. അത് പണ്ഡിതന്മാരുടെ ഒരു പാതയാണ്. എന്നാൽ മൂന്നാമതായി ഭഗവത്ഗീത നമ്മൾ പഠിക്കുന്നത് യോഗശാസ്ത്രമായിട്ടാണ്. കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്ന 4 യോഗങ്ങളിലൂടെ ഭഗവത്ഗീത നമുക്ക് അർജുന വിഷാദയോഗം തൊട്ട് തുടങ്ങി 18-ാം അധ്യായം എത്തുമ്പോഴേക്കും മോക്ഷ സന്യാസ യോഗത്തിൽ അവസാനിക്കാം. ചില വിദ്യാന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞതെന്നാണ്. യുദ്ധം ചെയ്യാൻ ആണ് ഭഗവത്ഗീത പറയുന്നതെങ്കിൽ അതിന്റെ അവസാനത്തെ അധ്യായം മോക്ഷ സന്യാസ യോഗമാവില്ലല്ലോ. വന്നു നിൽക്കുന്നത് മോക്ഷത്തിലും സന്യാസത്തിലാണ്. അതാണ് ഭഗവത്ഗീത നേട്ടം. അപ്പൊ കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്ന 4 യോഗങ്ങളിലൂടെ യോഗശാസ്ത്രമായി ഭഗവത്ഗീത നമുക്ക് നോക്കാം. ഒരാൾ ഭഗവത്ഗീത പഠിക്കാൻ പോകുമ്പോൾ 3 ആംഗിളിലൂടെ പഠിക്കാൻ പോയാൽ വർഷങ്ങൾ വേണ്ടി വരും. പക്ഷെ ഒന്നുകിൽ അത് ഉപനിഷത്ത് പോലെ അത് പഠിക്കാൻ പറ്റിയിരിക്കണം, അല്ലെങ്കിൽ അതിനെ ബ്രഹ്മവിദ്യയായിട്ട് പഠിക്കാൻ പറ്റിയിരിക്കണം. ഫിലോസഫി ആൻഡ് തിയോളജി അറിയാമെങ്കിൽ ആ രീതിയിൽ പഠിക്കാം. അതല്ലെങ്കിൽ അതിനെ യോഗശാസ്ത്രമായി പഠിക്കാൻ പറ്റും. അപ്പൊ ഈ 3 ആംഗിളിൽ ഓരോരോ ആംഗിൾ എടുത്ത് ഓരോ വർഷത്തെ ഭാഗവത സപ്താഹത്തിൽ പഠിച്ചാൽ ഒരു 3 വർഷത്തെ ഭാഗവത സപ്താഹങ്ങൾ കൊണ്ട് ഭഗവത്ഗീതയെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇത് ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആധുനിക ലോകത്ത് ഭഗവത്ഗീത വളരെ ശ്രദ്ധാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുന്നത് മാനേജ്മെന്റ് ആംഗിളിലാണ്. ഭഗവത്ഗീത ആൻഡ് മോഡേൺ മാനേജ്മെന്റ് എന്ന് പറയുന്ന വിശാലമായ ഒരു ശാസ്ത്രം. നമ്മൾ MBA പഠിക്കാൻ പോയാൽ അതിനകത്ത് MBAയുടെ സിലബസിനകത്ത് ഒരു ചാപ്റ്റർ ഇതാണ്, ഭഗവത്ഗീത ആൻഡ് മാനേജ്മെന്റ്. ഭഗവത്ഗീതയിലൂടെ
ആധുനിക എഞ്ചിനീയർക്കോ ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ടിനോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ പഠിച്ചിരിക്കേണ്ട മാനേജ്മെന്റ് തത്വങ്ങളുണ്ട്. ആ മാനേജ്മെന്റ് തത്വങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവത്ഗീത അങ്ങോട്ട് തുടങ്ങുമ്പോൾ വളരെ കൃത്യമായി 2 യുദ്ധമുന്നണിയുടെ നടുക്കോട്ട് കൊണ്ടുവന്ന് അർജുനനെ അങ്ങോട്ട് നിർത്തുക. എന്നിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായി ആ സീൻ ഓഫ് ടീച്ചിങ് ഫിക്സ് ചെയ്യാം. 11 അക്ഷൗണി കൗരവന്മാരുടെ ഒരു സൈഡില്, 7 അക്ഷൗണി പാണ്ഡവന്മാരുടെ ഒരു സൈഡില്. ഭഗവത്ഗീത ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സഞ്ജയനോട് ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യൂത്സ്വ മമകാം പാണ്ഡകയിച്ച വാക്യം അക്രൂപദാസജ്ഞ. കാലുമാറി രണ്ടെണ്ണന്മാരുണ്ടായിരുന്നു. ഒന്ന് യൂത്സു, കൗരവന്മാരുടെ സഹോദരന, അവൻ കൂറുമാറി ഇപ്പുറത്ത് വന്നു. പ്രതിഫലം കിട്ടി. യുദ്ധം കഴിഞ്ഞപ്പോൾ അയാളെ ഹസ്തനപുരത്തിന്റെ മേയറായിട്ട് അപ്പോയിന്റ് ചെയ്തു യുധിഷ്ഠിരൻ. കാലുവാരി വന്നതിന് കാലുമാറുന്നവർക്കെല്ലാം അങ്ങനെ ഗുണം കേട്ടു. എന്നാൽ പാണ്ഡവന്മാരുടെ നകുലന്റെ സഹദേവന്റെ അമ്മാവനായിരുന്നു ശല്യം. അവൻ പോയി അപ്പുറത്ത് പോയി കർണന്റെ തേരാളി അവസാനം 2 ദിവസം കൗരവന്മാരുടെ സേനാനായകനായിട്ട് ഇത്തരം മരിക്കുക. അതിലൊരു അപ്പൊ ഇത് മാനേജ്മെന്റ് വലിയൊരു സയൻസ് ആണ്. വിഹക വീക്ഷണം എന്ന് പറയും. നമ്മളൊരു കാര്യം തീരുമാനിക്കണമെങ്കിൽ നെവർ മിസ് ദ വുഡ് ഫോർ ദ ട്രീസ്. വനം കാണാൻ പോയി ഈ ആൽമരം കൊള്ളാം മറ്റേ ആൽമരം കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. വനത്തിന്റെ ആകമാന ഭംഗി മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇത് മാനേജ്മെന്റിലെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഭഗവത്ഗീത ആദ്യം തുടങ്ങുന്നത് ഈ വിഹക വീക്ഷണത്തിലാണ്. വിശാലമായ സമുദ്രത്തിൽ ആരൊക്കെ നിൽക്കുന്നു, ആരൊക്കെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്നൊക്കെ വിഹക വീക്ഷണം. അപ്പൊ ഓവറോൾ വ്യൂ മാനേജ്മെന്റിന്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. എങ്ങനെയാണ് ഈ ഓവറോൾ വ്യൂ എടുക്കേണ്ടത്? ഭഗവാൻ നമ്മളെ വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുകയാണ്. ഓവറോൾ വ്യൂ എടുക്കേണ്ടത് എങ്ങനെയാണ്, വിഹക വീക്ഷണം ചെയ്യേണ്ടത് എങ്ങനെയാണ്. ആ വിഹക വീക്ഷണം ചെയ്ത ശേഷം ഭഗവാൻ ചെയ്ത രണ്ടാമത്തെ കാര്യം, അർജുനനെ കൊണ്ട് 2 സൈന്യത്തിന്റെയും ശക്തിയും ബലഹീനതയും ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞെടുക്കുകയാണ്. നോക്കട, ഭീഷ്മരോടെ നിൽക്കുന്നു, ഇതാ നിൽക്കുന്നു ദ്രോണർ. അവരുടെ ശക്തി വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവർക്കൊരു വീക്ക്നെസ് ഉണ്ട്, നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. എല്ലാവരും ഇപ്പൊ മാനേജ്മെന്റ് സയൻസിൽ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിളാണ് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. എനിമി ഒരിക്കലും എനിമിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ യുദ്ധം തോറ്റിരിക്കും, പരീക്ഷ തോറ്റിരിക്കും. അപ്പം എനിമിയുടെ റിയൽ ഇത് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഭഗവാൻ അതേസമയം പറയണം നെവർ അണ്ടർ എസ്റ്റിമേറ്റഡ് എനിമി. എനിമിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പിന്നെ അവരുടെ സൈസൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനേ. അത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒബ്സ്റ്റക്കിൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണെന്ന് പറയുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഡിപ്രഷൻ. എന്നെ കൊണ്ട് ഇത് പറ്റിയതെന്ന് തോന്നും. ആ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഡെവലപ്സ് ഇൻ മെന്റൽ ഡിസീസ്. സൈക്കോളജി പറയുന്ന വലിയൊരു മെന്റൽ ഡിസീസായിട്ട് മാറും. അർജുനന് നോർമലി അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷെ അർജുനൻ ഫസ്റ്റ് ചാപ്റ്റർ അർജുന വിഷാദ യോഗത്തിൽ ഈ ഡിപ്രഷൻ വിധേയമാവുകയാണ്. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ ടിപ്പിക്കൽ സയൻസ് ആണ് ഇയാൾ പറയുന്നത്. എന്റെ നാക്ക് വളരുന്ന കൃഷ്ണ, എന്റെ കൈ വിറയ്ക്കുന്ന കൃഷ്ണ, എന്റെ കാലുകൾ തളരുന്ന കൃഷ്ണ. അയാളുടെ മനസ്സും അയാളുടെ ബോഡിയും പെട്ടെന്ന് ചഞ്ചലമായി പോവുകയാണ്. ഞാനിപ്പോ തർക്കത്തിൽ വീഴും കൃഷ്ണ, ഗാന്ധിയുടെ കയ്യിൽ നിന്ന് വീഴുന്ന കൃഷ്ണ. ടിപ്പിക്കൽ മെന്റൽ ഡിപ്രഷനാണ്. പരീക്ഷയുടെ തലേദിവസം പല പിള്ളേർക്ക് ഉണ്ടാകുന്ന രോഗമാണ്. അയ്യോ എന്നെ കൊണ്ട് ഈ പരീക്ഷ പറ്റൂ, പഠിച്ചൊക്കെ മറന്നുപോയി. വേറെ ചിലര് വലിയ ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യും. ആളിനെ കാണാനില്ല. ഒരാഴ്ച കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആള് വരും. നീ എവിടെ പോയടാ? അയ്യോ എന്നെ കൊണ്ട് ഈ പ്രശ്നം നേടാമേ, ഞാൻ തമിഴ്നാട് ഓടിപ്പോയി. അപ്പൊ ഒരു സൈക്കോളജിക്കൽ രോഗിയായിട്ട് ഡിപ്രഷൻ രോഗിയായിട്ട് മാറുകയാണ്. അപ്പൊ ഒരു ഡിപ്രഷൻ രോഗി എങ്ങനെയാണ് ഡിപ്രഷന് പുറത്തു കൊണ്ടുവരുന്നത്? ഭഗവാൻ കൃഷ്ണൻ ഒരു സൈക്കാട്രിസ്റ്റായിട്ട് മാറുകയാണ്. വളരെ സുന്ദരമായി അർജുന വിഷാദ രോഗത്തിൽപ്പെട്ട ഒരാളിനെ ആ വിഷാദ രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാണ്. ഭഗവത്ഗീത 4ാം ഭാഗമാണ്. വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിപ്പിക്കുക. 5ാം ഭാഗം എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം കറപ്ഷൻ, അഴിമതിയാണ്. അഴിമതി തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് സർക്കാരും താഴെ വരും. വേദവ്യാസൻ മഹാഭാരതത്തിൽ പറയുന്നു പഞ്ചമകാരേതി, മദ്യം, മാംസം, മീനം, മുദ്ര, മിഥുനം.
ഇതാണ് ഒരു രാഷ്ട്രത്തെ തകർക്കുന്ന 5 അഴിമതിയുടെ മാർഗങ്ങൾ. മദ്യം കഴിച്ചാൽ വീഴുന്നവന് അവന് ഇഷ്ടമുള്ള ബ്രാൻഡ് വാങ്ങിച്ചു കൊടുക്കുക, അവനെ വീഴിക്കുക. മദ്യത്തിൽ അവൻ വീഴത്തില്ലെങ്കിൽ അവനെ മാംസത്തിൽ വീഴിക്കാൻ പറ്റുന്നുണ്ട്. ചില ആളുകൾക്ക് ഭക്ഷണപ്രിയരാണ്. ഒരു IAS ആർക്ക് IPS ആർക്കും തിരുവനന്തപുരത്തിൽ മുന്തിയ ഹോട്ടലിൽ ആഹാരം അറേഞ്ച് ചെയ്തു. ചീഫ് സെക്രട്ടറി പറഞ്ഞു ഐഡന്റിഫൈ ദ ആനിമൽസ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്തുള്ള ഒരു കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരം, ഇത് പന്നിയാണ് സാർ, ഇത് പശുവാണ് സാർ എന്ന് പറഞ്ഞ് കുറെ 5 പേര് പറഞ്ഞു. 5 മൃഗത്തിന്റെ പേര് കേട്ട പയർ പറഞ്ഞു. ഗുഡ്. മൃഗത്തിന്റെ എണ്ണം 5 ആയപ്പോൾ ചീഫ് സെക്രട്ടറി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ളവന്മാർക്ക് ആഹാരം കൊടുത്ത് വീഴിക്കാൻ പറ്റുക. ഇനി ചിലര് മാംസം ഭക്ഷിക്കുകയില്ല, പക്ഷെ മീനം മത്സ്യം കഴിക്കും. ബംഗാളിലെ ബ്രാഹ്മണര് മത്സ്യം കഴിക്കും. പക്ഷെ മത്സ്യം കഴിക്കുന്നതിന് മുമ്പ് അവൻ വിളിക്കുന്ന പേര് സീ വെജിറ്റബിൾ, കടലിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾ കൊടുത്തവന് തിന്നാമല്ലോ. അതുകൊണ്ട് സീ വെജിറ്റബിൾ എന്ന് വന്നിട്ട് നമ്മുടെ ഈ നെയ്മീനിന്റെ പേര് റുഹി എന്ന് കേട്ടാൽ ബംഗാളി ബ്രാഹ്മണരുമായി അപ്പത്തുപ്പൽ വന്നിരിക്കുന്നു, സംശയമൊന്നും വേണ്ട. അപ്പൊ അങ്ങനെയുള്ളവന് മീൻ കൊടുക്കും. അവിടെ വീഴാത്തവന് മുദ്ര, രാജാവിന്റെ മുദ്രയുള്ള കറൻസി നോട്ടോ സ്വർണ്ണനാണയങ്ങൾ കൊടുക്കുക. അവിടെ അവൻ വീഴും. അവിടെ വീഴാത്തവന് ഒരു അൾട്ടിമേറ്റ് വെപ്പൺ, മിഥുനം, സെക്സ് ഓഫർ ചെയ്യുക. പുരുഷനാണെങ്കിൽ സ്ത്രീയെ കൊടുക്കുക, സ്ത്രീയാണെങ്കിൽ പുരുഷനെ കൊടുക്കുക. സ്ത്രീയെ കൊടുത്തിട്ടും വീഴാത്തവനാണെങ്കിൽ അവൻ എന്തോ മെഡിക്കൽ പ്രോബ്ലം ഉണ്ടാകാനാണ് സാധ്യത വളരെ കൂടുതൽ. 99.99% പേരും സ്ത്രീയെ കൊടുത്താൽ വീഴും. വളരെ അപൂർവമായിട്ട് ആ പ്രലോഭനത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ വേദവ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞ 5 പ്രലോഭനങ്ങളിൽ നിന്നും വിമോചിതമായ ഒരു സർക്കാരിനെ സൃഷ്ടിക്കണം. യുദ്ധം നടത്തുന്നതിനാണ്, സർക്കാരിനെ ജനങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് അഴിമതി ഇല്ലാതെ ഭരിക്കുക? അവിടെയാണ് ഭഗവാൻ 5ാമത്തെ വലിയ ടെക്നിക്ക് പദ്ധതി നമ്മളെ പഠിപ്പിക്കുന്നത്. നിഷ്കാമ കർമ്മം. കർമ്മണ്യേ വാധികാരസ്ഥേ മേ ഫലേഷു കഥാചന മേ കർമ്മഫല ഹേതുർഭൂതോ സങ്കോസ്ത കർമ്മണി. കർമ്മം ചെയ്യുമ്പോൾ ഞാൻ സംസ്കൃതം പഠിച്ചില്ല, അവിടെ തെറ്റുമ്പോൾ ശ്രമിച്ചോണം, ഓർമ്മയിൽ നിന്ന് ചൊല്ലുന്നതാണ്. അപ്പൊ ഈ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം ഇച്ഛിക്കരുത്. ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഈ പഞ്ചമകാര്യത്തിലും വീഴില്ല. അവൻ നിഷ്കാമ കർമ്മത്തിലൂടെ കറപ്ഷൻ ഫ്രീ ആയ ഒരു സൊസൈറ്റി സൃഷ്ടിക്കും. ഭഗവാന് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പാഠം നമ്മളെ പഠിപ്പിക്കണം. എങ്ങനെയാണ് കറപ്ഷൻ ഫ്രീ ആയ ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. 6ാമതായി ഭഗവാൻ അർജുനൻ ഈ മരണവും മരണത്തിന് ശേഷമുള്ള സംഗതികളെ പറ്റി ഇവിടെ പറയാൻ തുടങ്ങി. മരണഭയം വന്നപ്പോണ്ടല്ലോ ലോകത്തിലേക്കും ഭയങ്കര ഭയമാണ് ഈ മരണഭയം. വേറെ ഏത് ഭയം സഹിക്കാം, മരണഭയം വല്ലാത്ത ഭയം. എനിക്കൊക്കെ ഒരു വലിയൊരു അസുഖം വന്നിട്ട് ഞാൻ ശ്രീ തിരുനാൾ ഹോസ്പിറ്റലായി. ഞാൻ അർത്ഥബോധാവസ്ഥയിലാണ്. അപ്പൊ അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സ് എല്ലാം കൂടെ വന്ന് സംസാരിക്കുകയാണ്. ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ സർവൈവ് ദ നൈറ്റ്. നേരം കുറിപ്പിക്കുമെന്ന് സംശയമാണ്, തത്വം. അങ്ങനെ കേൾക്കുന്നവനെ അതിന്റെ അഭിപ്രായം മനസ്സിലാക്കുള്ളൂ. ഞാനൊന്ന് 24 വയസ്സേ ഉള്ളൂ, IPS ഒന്നും കയറിയിട്ടില്ല. മരണഭയം ഭൂമിയിലെ ഏറ്റവും വലിയ ഭയമാണ്. അപ്പൊ ഈ മരണത്തിനപ്പുറത്ത് എന്താണ് എന്ന് പറഞ്ഞ് മരണഭയത്തിലെ ഒരാളിനെ മോചിപ്പിച്ചാൽ മാത്രമേ അവൻ ബാലൻസ്ഡായി ഒരു ജീവിതം നയിക്കാൻ പര്യാപ്തമാവുള്ളൂ. ഭഗവാൻ അത്ഭുതകരമായിട്ടാണ് ഈ മരണഭയത്തിൽപ്പെട്ട ഒരാളിനെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യനാക്കി രൂപീകരിച്ച് മാറ്റുകയാണ്. 6ാമതായിട്ട് ഞാൻ ഭഗവത്ഗീതയെപ്പറ്റി വലിയ പാടാണ്. ഭഗവാൻ കൃത്യമായിട്ട് അതിനോട് പറഞ്ഞു, ജായതേ മൃയതേ വാ കഥാചിത് ന്യായം ഭൂത്വ ഭവിത വാനപുയം എന്ന് പറഞ്ഞ അങ്ങോട്ട് ശ്ലോകമാണ്. അജോദിത്യ ശാശ്വതമായിരുന്നു. അപ്പം മനുഷ്യൻ വസ്ത്രം മാറുന്നവരേ ഉള്ളൂ. ആത്മാവ് ഈ ശരീരങ്ങളെ കളഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വാശാംശ ജീർണാനി യഥാവിഹായ തഥാ ശരീരാണി നരോപരാണി എന്ന് പറഞ്ഞിട്ട് സുന്ദരമായിട്ടാണ് 2 ശ്ലോകം ഉദാഹരണത്തിന് ചെല്ലുന്നുണ്ടോ. മരണം കഴിഞ്ഞ് മരണത്തപ്പുറത്തൊരു ജീവിതമുണ്ട്. ദർ ഇസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യനെ അമ്പരപ്പിച്ച ഒരു പോയിന്റാണ് മരണശേഷം എന്നത്. മനുഷ്യന് ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഭഗവാൻ വളരെ സുന്ദരമായി അതിന് പറയുകയാണ്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. നമ്മൾ ഭൂമിയിൽ വെച്ച് വസ്ത്രങ്ങൾ മാറുന്ന പോലെ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ശരീരത്തിൽ പ്രവേശിക്കും. അങ്ങനെ നമ്മളിവിടെ ജീവിക്കും.
ഭഗവത്ഗീത ആദ്യം വായിച്ച കാലത്ത് എനിക്കിത് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചത് ചുമ്മാ വല്ലതൊക്കെ പറയുകയാണ്. നിങ്ങളുടെ വേദപുസ്തകത്തിലും പറയും നിത്യരക്ഷ കിട്ടും, മരണമില്ലാത്ത ലോകം ഉണ്ടാവുന്നത്. ഞാൻ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഇത് ബോഷക്കെന്നാണ് എന്റെ വിശ്വാസം. പള്ളി പോയി പറയാൻ പറ്റിയല്ലേ എങ്കിലും. പക്ഷെ എനിക്ക് ഈ സംശയം മാറിയത് ഞാൻ കോളേജ് ലെക്ചറായിരിക്കുന്ന കാലത്താണ്. 1980 ഭൃഗു സംഹിത എന്നൊരു സംഹിത അരൂരിൽ ഉണ്ട്. ഈ ഭൃഗു സംഹിതയിലെ പൂർവ്വജന്മവും ഈ ജന്മവും അടുത്ത ജന്മവും പറയും. ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇതൊന്നും കൺസൾട്ട് ചെയ്തിരുന്ന കാര്യം. അങ്ങനെ ഞാൻ പോയി. കോളേജ് ലെക്ചറായിരുന്ന കാലമാണ്. ചന്ദ്രൂർ ശ്രീധരൻ എന്ന് ജീവിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് അവിടെ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. പാറമേൽ പടിക്കൽ കളരി എന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണക്ഷേത്രത്തിൽ സംഭാവന കൊടുത്ത് കഴിയുമ്പോൾ ഇദ്ദേഹം ഭൃഗു സംഹിത തുറന്ന് വായിക്കാൻ തുടങ്ങി. അപ്പൊ കൗശിക മുനി ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇരുട്ട് പതുക്കെ പരക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ സംസ്കൃതത്തിൽ തമസ് എന്ന വാക്ക്, തമസ് എന്ന് പറഞ്ഞാൽ രാത്രി, ഇരുട്ട്. തോമസ് എന്നാണ് അങ്ങയുടെ അച്ഛന്റെ പേരെന്നോ. എന്റെ വലിയപ്പന്റെ പേര് തോമസ് എന്നാണ്. കൗശിക മുനി ആകാശത്തോട് നോക്കിയപ്പോൾ സരസമായ ഒരു കാഴ്ച കണ്ടു. സരസം സാറാമ്മ എന്നാണ് അങ്ങയുടെ അച്ഛന്റെ അമ്മയുടെ പേരെന്നോ. എന്റെ വല്യമ്മയുടെ പേര് സാറാമ്മ എന്നാണ്. കൗശിക മുനിക്ക് 2 സുഗന്ധദ്രവ്യങ്ങളുടെ മണം മൂക്കിലേക്ക് കിട്ടി. യാക്കൂബിയും മാരിയും എന്ന 2 സുഗന്ധദ്രവ്യങ്ങൾ. യാക്കൂബിയും യാക്കൂബ്, ജേക്കബ് എന്നാണ് സാറിന്റെ അപ്പന്റെ പേരെന്നത്. ഞാൻ ആരാണെന്നും എന്തോന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. ആകെ 30 രൂപ അങ്ങോട്ട് സംഭാവന കൊടുത്തത് മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ ആരാണെന്നും എവിടുന്ന് വരുന്നത് എന്താ ജോലിയൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. മാരിയും മറിയാമ്മ എന്നാണ് അങ്ങയുടെ അമ്മയുടെ പേരെന്നത്. എന്റെ അപ്പൻ പേര് ജേക്കബും ഭാര്യയുടെ പേര് മറിയും. ഈ മുനിയുടെ പേര് കൗശികൻ എന്നാണ്. കോശി എന്ന് പറഞ്ഞ അങ്ങയുടെ അച്ഛന്റെ സഹോദരൻ മരിച്ചുപോയി. സംസ്കൃതത്തിലെ കൗശികനിൽ നിന്ന് ക്രിസ്ത്യാനിയുടെ കോശി എന്നുള്ള വാക്ക് വായിച്ചിട്ട് കോശി മരിച്ചെന്ന് പറയുന്നു. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു. അങ്ങ് രാജാവിനോട് എതിർത്തത് കാരണം രാജാവ് അങ്ങേ തലവെട്ടി അച്ചൻകോവിലാറിൽ ഇട്ടു. ഈ ജന്മത്തിൽ അച്ചൻകോവിലാറിന്റെ അങ്ങേക്കരയ്ക്ക് സാറ് ജനിക്കും. സാർ ജനിക്കാൻ പോകുന്ന സ്ഥലം കോണഭൂമി. ഭൃഗു എഴുതി വെച്ചിരിക്കുകയാണ്. കോണഭൂമി, കോണം തുമ്പ ഭൂമി മണ്ണ്. തുമ്പമണ്ണെന്നാണ് അങ്ങ് ജനിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര്. എന്റെ സ്വന്തം ഗ്രാമം തുമ്പമണ്ണ്. അങ്ങ് ജനിക്കാൻ പോകുന്ന വീട് നവഗ്രഹം, നവം പുത്തൻ ഗ്രഹം വീട്. പുത്തൻ വീടെന്നാണ് അങ്ങയുടെ വീട്ടുപേര്. എന്റെ വീട്ടുപേര് പുത്തൻ വീട്. അവിടെ അങ്ങ് തോമക, ത്രൈസക, ജോസക എന്നുള്ള മുറയ്ക്ക് ജനിക്കും. അപ്പൊ എന്റെ മൂത്ത പുത്രന്റെ പേര് തോമസ് ആണ്, തോമക. മൂത്ത സഹോദരന്റെ പേര് ത്രൈസക. എന്റെ വീട്ടിൽ വിളിക്കുന്നവര് ജോസക എന്ന മുറയ്ക്ക് ജനിക്കും. അത്രയപ്പത്തിന് ഞാൻ പാർട്ടായി. 4000 കൊല്ലത്തിന് മുമ്പ് ഭൃഗു എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ ജനിക്കാൻ പോകുന്ന പൂർവ്വജന്മവും ഈ ജന്മവും. അങ്ങ് ഈ ലെക്ചറായിട്ടൊന്നും നടക്കാൻ പാടില്ല. അങ്ങ് ഈ രാജ്യം ഭരിക്കുന്ന ഒരു പരീക്ഷയാണ്. അദ്ദേഹം ചോദിച്ചു ഏത് പരീക്ഷ? നമ്മൾ രാജ്യം ഭരിക്കുന്ന ഒരു പരീക്ഷയുള്ള IAS. അങ്ങ് ആ പരീക്ഷ എഴുതണം. എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അങ്ങ് ഈ കൊല്ലം എഴുതണം. അങ്ങേക്ക് തലയിൽ കിരീടം വെക്കുന്ന സർവീസ് കിട്ടും. തലയിൽ തൊപ്പി വെക്കുന്ന IPS കിട്ടുന്നു. ഞാൻ ആ കൊല്ലം പോയി എഴുതി, IPS കിട്ടി. അദ്ദേഹം പറഞ്ഞു 5 കൊല്ലം കഴിഞ്ഞ് അങ്ങ് കല്യാണം കഴിക്കും. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് പ്രേമിച്ചിരിക്കുന്ന അങ്ങയെ തലവെട്ടി ആട്ടിലെറിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത് അങ്ങയുടെ കാമുകി ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു. അങ്ങ് കല്യാണം കഴിക്കാൻ വേണ്ടി കൊല്ലം രാജ്യത്ത് ജനിച്ചിരിക്കുന്നു, കൊല്ലം പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അവിടെ പ്രകാശത്തിന്റെ പര്യായപദമായ ഒരു പേര് ആ പെൺകുട്ടിക്കുണ്ട്. ആ പെൺകുട്ടി ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ കല്യാണം കഴിച്ച എലിസബത്ത് എന്നൊരു കുട്ടിയാണ്. പക്ഷെ കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോഴെ മനസ്സിലാകുന്നത് ഭാര്യയുടെ വീട്ടിൽ വിളിക്കുന്ന ഒരു പ്രകാശത്തിന്റെ പര്യായപദം. കറക്റ്റ് 5 കൊല്ലം 1985 കല്യാണം കഴിച്ചു. കൊല്ലത്ത് പോയി പ്രകാശത്തിന്റെ പര്യായം എന്നുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ ഭാര്യയുടെ കൂടെ ഞാൻ കൊല്ലത്ത് താമസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു പണ്ട് അങ്ങനെ ജോലി ചെയ്ത രാജാവുണ്ട്, രാമേന്ദ്രൻ എന്നാണ് രാജാവിന്റെ പേര്. ആ രാമേന്ദ്രൻ ഈ 2 കൊല്ലം കഴിയുമ്പോൾ കേരളം ഭരിക്കാൻ വരും. ആ രാമേന്ദ്രന്റെ മന്ത്രിയായി അങ്ങ് വീണ്ടും നിയമിക്കപ്പെടും. ഈ ജന്മത്തിൽ വഴക്കുണ്ടാക്കരുത്. 9 മാസം കഴിയുമ്പോൾ രാജാവ് തന്നെ അങ്ങേക്ക് നല്ലൊരു ജോലിയെന്ന് പറഞ്ഞു പോകുന്നു. 2 കൊല്ലം കഴിയുമ്പോൾ P. രാമേന്ദ്രൻ കേരളത്തിൽ ഗവർണറായിട്ട് വന്നു. 87 എന്നെ ADC അദ്ദേഹത്തിന്റെ മന്ത്രിയായിട്ട് രാജഭവനെ അപ്പോയിന്റ് ചെയ്തു. ഇനിയൊരു പല പേരെ കാണിച്ചാൽ ഞാൻ ബോധുറപ്പില്ല. കഴിഞ്ഞ ജന്മത്തിലെ വഴക്കുണ്ടാക്കി. ഇക്കൊല്ലം ജന്മത്തിൽ വഴക്കുണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. 9 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നായനാരെ വിളിച്ചു വരുത്തി. ഞാൻ സർവീസ് തീർന്ന് മദ്രാസിൽ പോവാണ്. MPDCക്ക് നല്ലൊരു പോസ്റ്റ് കൊടുക്കും.
എന്നെ പിടിച്ച് കോട്ടയം SP ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം മദ്രാസിൽ പോയി. വാസാംശ ജീവനാണ് യഥാവിധായാലും വിശ്വസിക്കാൻ പറ്റുമോ? പൂർവ്വജന്മവും ഈ ജന്മവും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതും ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. മോക്ഷം കിട്ടുമെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കണം. 4000 കൊല്ലത്തിന് മുമ്പ് ഭൃഗുവിന് ജീവിച്ചിരുന്നപ്പോ യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല. ലോകത്തിൽ ക്രിസ്ത്യാനികളില്ല. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവുന്ന കാര്യം ഊഹിക്കാൻ പോലും കഴിയില്ല. അവിടെയാണ് 4000 കൊല്ലത്തിന് മുമ്പ് ഭൃഗു കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനിയായി ഞാൻ എവിടെ ജനിക്കും, എന്റെ കല്യാണം കഴിക്കുമെന്ന് പെണ്ണേതാണ്, ഏത് ജോലി കിട്ടും, ഇത് ഒരു സാഹിത്യവും മനസ്സിലാവില്ല. ഭാരതത്തിലെ ഋഷിവര്യന്മാർ കണ്ടുപിടിച്ച അത്ഭുതകരമായ കാര്യം പലരും അസ്ട്രോളജിക്കെതിരെയൊക്കെ സംസാരിക്കും. പണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം എന്റെ ഭാവം പൊങ്ങിയിട്ടില്ല. കാരണം 4000 കൊല്ലത്തിന് മുമ്പ് ഋഷി കൃത്യമായി യേശുക്രിസ്തു ജനിക്കുമെന്ന്, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവുമെന്ന്, അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഗവർണറോട് മദ്രാസിൽ പോയി. മദ്രാസ് ചെന്നപ്പോ തഞ്ചാവൂരിന്റെ ഒരു 20 കിലോമീറ്റർ വടക്ക് വൈരീശ്വരൻ പോകുന്നൊരു സ്ഥലമുണ്ട്. ബ്രാഹ്മണർ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ആരുമില്ല. അവിടെ അഗസ്ത്യന്റെ തമിഴിൽ എഴുതപ്പെട്ട നാട്യമുണ്ട്. ഇത് സംസ്കൃതമാണ്. അഗസ്ത്യന്റെ നാട്യം തമിഴാണ്. ഞാനവിടെ പോയി. ഞാൻ ടേപ്പിൾ ഗാർഡൻ പോയി റെക്കോർഡ് ചെയ്യാൻ. 4000 കൊല്ലത്തിന് മുമ്പ് ഭൃഗു സംഹിതയിൽ എഴുതിയ അതേ കാര്യം അഗസ്ത്യൻ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. വൈരീശ്വരൻ കോവിൽ സെയിം തിങ്. പക്ഷെ അഗസ്ത്യൻ ഒരു പടി കൂടെ കടന്നു. സാറിന് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായില്ലേ, സാറിന് 3 പെൺമക്കൾ ജനിക്കും, ആൺമക്കൾ ഉണ്ടാവില്ല. മൂത്ത മോള് ചരിത്രം പഠിക്കും, രണ്ടാമത്തെ മോള് യന്ത്രങ്ങളുടെ ഉള്ളിൽ രഹസ്യം പഠിക്കും, മൂന്നാമത്തെ മകള് മനസ്സിനുള്ളിൽ രഹസ്യം പഠിക്കാൻ പോകുന്നത്. ഞാൻ ഇത്ര കുട്ടി ജനിക്കുന്നതിനും ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് 3 പെൺമക്കൾ ജനിച്ചു. മൂത്ത മോൾ ഹിസ്റ്ററി എടുത്ത് പഠിച്ചു, BA MA ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. രണ്ടാമത്തെ മോള് BTech പഠിച്ചു, അതിന് റാങ്ക് വാങ്ങിച്ചു, യന്ത്രങ്ങളുടെ രഹസ്യം പഠിക്കാൻ പോയി. മൂന്നാമത്തെ മോള് സൈക്കോളജി എടുത്ത് മനസ്സിനുള്ളിൽ രഹസ്യം കണ്ടുപിടിച്ച് അതിന് റാങ്ക് വാങ്ങിച്ചു. മോൾ ഇത് ഭൂമിയിലെ ഒരു സാഹിബിനും കണ്ടുപിടിക്കാൻ പറ്റിയല്ല. ഒരു അമേരിക്കക്കാരനും റഷ്യക്കാരനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാരുടെ ഒരു ജന്മവും അടുത്ത ജന്മവും അടുത്ത ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതും 4000 കൊല്ലത്തിന് മുമ്പ് കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ വെറുതെ പറയുന്നതല്ല, പുനർജന്മം ഉണ്ടാവുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മരണഭയം മാറ്റി ഇനിയൊരു ജന്മം ഉണ്ടാകാതെ എങ്ങനെയായിരിക്കും? അത് മനുഷ്യനെ ഭഗവത്ഗീത വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ കർമ്മയോഗത്തിന്റെ ഭാഗം നമ്മളെ പഠിപ്പിച്ച ശേഷം രാജ്യയോഗം ഭാഗത്ത് വരുമ്പോഴത്തേക്ക് രാജ്യഭരണം എങ്ങനെയാണ്, രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, അധികാരത്തിന്റെ അന്തർനാഴിക എങ്ങനെയാണ് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ജ്ഞാനമാർഗത്തിലൂടെ പ്രവേശിക്കുന്നു. സാധാരണ നമുക്ക് മനസ്സിലാവാത്ത ഒന്നാണ് ഈ ജ്ഞാനമാർഗം. ആ ജ്ഞാനമാർഗത്തിന്റെ ഫിലോസഫിക്കൽ ആൻഡ് തിയോളജിക്കൽ ഗ്രേറ്റ്നെസ് നമ്മളെ മനസ്സിലാക്കുന്നു. അങ്ങനെ ഭക്തിയോഗത്തിൽ കയറി എങ്ങനെയാണ് ഭഗവാനോട് ഭക്തിയായി നമ്മൾ ഇരിക്കേണ്ടതെന്നുള്ള ആ യോഗശാസ്ത്രങ്ങൾ കൃത്യമായി വന്ന് മോക്ഷ സന്യാസ യോഗത്തിൽ വരുന്നു. വളരെ കൃത്യമായി മനുഷ്യന്റെ 4 സ്റ്റേജാണ്: ബ്രഹ്മചാര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതിന്റെ അവസാനം മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷം പ്രാപിക്കാനുള്ളതാണ്. 18 അധ്യായങ്ങൾ ഭഗവത്ഗീത തീരുമ്പോൾ കൃത്യമായി മോക്ഷവും സന്യാസം 4ാമത്തെ സ്റ്റേജിന്റെ അവസാനവും എങ്ങനെയാവണം നമ്മളെ പഠിപ്പിക്കുക. ഇപ്പൊ സമ്പൂർണമായ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു ഭഗവത്ഗീത ആദ്യം മുതൽ അവസാനം വരെ എത്തിച്ചേരുന്നു. ഞാനെന്റെ പ്രാർത്ഥനാ മുറിയില് വേദോത്സവം വെച്ചിരിക്കുന്നതിന്റെ കൂടെ ഭഗവത്ഗീത വെച്ചിട്ടുണ്ട്. രാവിലെ പ്രഭാത നമസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞാൽ വേദോത്സവം ഒരു പാസേജ് വായിക്കും, ഭഗവത്ഗീതയുടെ 2 ശ്ലോകം വായിച്ച് ധ്യാനിച്ച് മുമ്പോട്ട് പോകും. എന്റെ കയ്യിൽ ഭഗവത്ഗീതയുടെ ഒരു 20ഓളം വ്യാഖ്യാനങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷേ അതിന്റെ മൂല ടെക്സ്റ്റും അതിന്റെ വ്യാഖ്യാനവും ശ്രീരാമകൃഷ്ണൻ പബ്ലിഷ് ചെയ്ത വ്യാഖ്യാനവും വെച്ചിട്ട് ധ്യാനിച്ച് പിന്നെ എന്റെ ജോലിക്ക് പോയില്ല. അപ്പൊ ചില ക്രിസ്ത്യൻ പാതിരിമാർ ചോദിക്കും, ഇതെന്താ ഈ പുസ്തകം വെച്ചിരിക്കുന്നത്?
ഞാൻ പതിനോട് ചോദിച്ചത് നിങ്ങൾ ഇതുപോലെ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ വായിക്കാത്ത പുസ്തകത്തെ പറ്റി കമന്റ് പറയരുത്. ഞാനിവിടെ വേദപുസ്തകം വായിക്കുന്നതോടൊപ്പം ഭഗവത്ഗീത വായിക്കും. അതിന്റെ സാരാംശം മനസ്സിലാക്കിയിട്ടാണ് നല്ല ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നയിക്കാനായിട്ട് പറ്റുക. അപ്പൊ ഭാഗവത സപ്താഹം നടത്തുമ്പോൾ കൃഷ്ണാവതാരത്തിൽ ഉണ്ടായ ആ ഭഗവത്ഗീത എന്ന് പറയുന്ന പരമമായ ഉപദേശം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ഭരണ യന്ത്രത്തിന്റെ സാരാംശം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയിലെ മനുഷ്യനും രാജാക്കന്മാരും എപ്പോഴൊക്കെ ആ ബന്ധത്തിൽ പെടാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭഗവാൻ വന്ന് അവരെ രക്ഷിക്കുന്ന സംഭവം നമുക്ക് കാണാം. മഹാഭാരതം എടുക്കുമ്പോൾ പഞ്ചപാണ്ഡവന്മാർ അപകടത്തിൽ ചാടുമ്പോൾ കൃത്യമായി അവരെ ഉപദേശിക്കുന്നുണ്ട്. ദുര്യോധന അപകടത്തിൽ ചാടാതിരിക്കാൻ കൃത്യമായി ഉപദേശിക്കുന്നുണ്ട്. ദുര്യോധന്റെ മോൾ കൃഷ്ണന്റെ മോനെയാണ് കല്യാണം കഴിച്ചിരുന്നത്. ബന്ധുക്കളാ ദുര്യോധന. അയാൾ അപ്പത്തിൽ ചാടാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ വിദ്യാനം മനസ്സിലായില്ല. അവൻ അപ്പത്തിൽ ചാടിപ്പോയി. വനവാസകാലത്ത് എപ്പോഴും സഹായം വേണ്ടത് ഭഗവാനോട് എത്തിയിരുന്നു. പാഞ്ചാലരുടെ വസ്ത്രാക്ഷേപം വന്നപ്പോ ഭഗവാനോട് എത്തിയിരുന്നു. യുദ്ധം അവോയ്ഡ് ചെയ്യേണ്ട സമയത്ത് ഭഗവാനോട് എത്തിയിരുന്നു. രഹസ്യവാസ കാലത്ത് ഭഗവാനോട് എത്തിയിരുന്നു. കൃത്യമായി ഭഗവാൻ ഓരോ സ്റ്റേജിലും എത്തി ലോകത്തിലെ മനുഷ്യർക്ക് ജീവിച്ചിരിക്കാൻ പറ്റിയ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. യുദ്ധമെല്ലാം കഴിഞ്ഞ് അധികാര കസേരയ്ക്ക് ഇരുന്നു യുധിഷ്ഠിരൻ. ഞാൻ യുധിഷ്ഠിരനോട് ഭഗവാൻ പറയുകയാണ്, ഈ രാജ്യം ഭരിക്കുന്നത് ചുമ്മാ ഒന്നും ചെയ്യാൻ പറ്റുന്ന പണിയല്ല. ഏറ്റവും കൂടുതൽ രാജ്യം ഭരിച്ച ആള് ഭീഷ്മാചാര്യർ സരസ്വയെ കിടക്കുകയാണ്. നീ അവിടെ ചെന്ന് അദ്ദേഹത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. അവിടെ പോയി ഇരുന്ന് സരസ്വയിൽ ഇരുന്ന് യുധിഷ്ഠിരൻ പാഠങ്ങൾ പഠിക്കുകയാണ്. സ്റ്റേജ് ബൈ സ്റ്റേജ് ഓരോരോ സ്റ്റേജിലെ പാഠങ്ങൾ പഠിക്കുക. ആ പാഠങ്ങൾ പഠിക്കുമ്പോൾ ഉദാഹരണത്തിന് യുധിഷ്ഠിരൻ ഭീഷ്മാചാര്യർക്ക് ചോദിക്കുകയാണ്, ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവുണ്ടോ? ഭീഷ്മാചാര്യർ പറഞ്ഞു കൊടുത്തു, ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നുള്ളതിന് ഒറ്റ തെളിവേ ഉള്ളൂ, ആ രാജ്യത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നുള്ളത്. സ്ത്രീയാം ന പുരുഷം സർവാഭരണം വിഭൂഷിതം നിർഭയ ചരകെ പ്രതിപദ്യന്റെ ഇതി രക്ഷതി ഭൂമിക. ഒരു സ്ത്രീ ഒരു പുരുഷനായ അനഗതയല്ലാതെ എല്ലാ ആഭരണങ്ങളും ശരീരത്തിലിട്ടുകൊണ്ട് നിന്റെ റോഡുകളിലൂടെ 24 മണിക്കൂറും യാത്ര ചെയ്യാൻ പറ്റുമോ? സുരക്ഷിതമായി ചെയ്യാൻ പറ്റുമോ? എങ്കിൽ നീ രാജാവാണ്. ഇതി രക്ഷതി. എങ്ങനെയാണ് ഭൂമിവാണ് നീ രാജ്യത്തെ രക്ഷിക്കുന്നത്? ഇത് കേട്ടോണ്ട് രാത്രിയിലെങ്കിൽ പൊക്കളെടുത്ത സ്ത്രീകളെ ഇത് മഹാഭാരതം പറഞ്ഞതുകൊണ്ടുള്ളൂ. അപ്പൊ സ്ത്രീയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാജാവല്ല. ഇപ്പൊ ഭഗവാൻ യുധിഷ്ഠിരനെ കൊണ്ട് അവിടെ പോയി ഈ പാഠങ്ങൾ പഠിക്കുന്നു. എന്നിട്ട് ഭഗവാനോട് ചെന്നപ്പോഴേ ഭീഷ്മാചാര്യർ പറഞ്ഞു, കൃഷ്ണ, നീ ഭഗവാനാണെന്ന് എനിക്കറിയാം. നിന്നെ കണ്ടിട്ട് മരിക്കാൻ വേണ്ടി നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഭീഷ്മര് ഭഗവാനെ അഭിസംബോധന നല്ല രസമാണ് വായിക്കാൻ. അവിടെ ഇരുന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുക. അപ്പോ ഒരു ഭരണാധികാരി ചുമ്മാ രാവിലെ നോമിനേഷൻ കൊടുക്കുക, 2 ആഴ്ച കഴിഞ്ഞ് ഇലക്ഷൻ വരിക, നേരെ കയറി അങ്ങ് ഭരിക്കുക. എങ്ങനെയൊന്നും ഭരിക്കാൻ പറ്റിയല്ല. MLA മന്ത്രിയായിട്ട് ഭരിക്കാൻ പറ്റിയല്ല. ഭരിക്കണമെങ്കിൽ അത് പഠിച്ചാലേ പറ്റുള്ളൂ. റോഡെ പോകുന്നതിന് ഭരിക്കാൻ പറ്റിയല്ല. ഭഗവാൻ യുധിഷ്ഠിരനെ കൊണ്ടുപോയി ഭീഷ്മരടുത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ കൃത്യമായിട്ട് പാഠങ്ങൾ പഠിപ്പിക്കുക. ഞാൻ ജയിൽ DGP ആയിരുന്നു. ജയിലിലെ ആളുകളെ പരിഷ്കരിച്ച് അവർക്ക് മനം മാറ്റി അവരെ നല്ല മനുഷ്യരാക്കി മാറ്റാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ തുടങ്ങി. അപ്പോഴത്തേക്ക് എതിർപ്പുണ്ടായി. ജയിലുകളെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ DGP ശ്രമിക്കുന്നെന്ന് ആരോപണം. അപ്പൊ ഞാൻ അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ തയ്ക്കാൻ പഠിപ്പിച്ചു, എംബ്രോയിഡറി പഠിപ്പിച്ചു, ഇങ്ങനെ പല പല ജോലികൾ പഠിപ്പിച്ചു, കുക്കിംഗ് പഠിപ്പിച്ചിട്ട് അതിന്റെ ജോലി പഠിപ്പിച്ച്. അങ്ങനെ ഞാൻ ജയിൽ DGP ആയിട്ട് 562 സ്ത്രീകളുണ്ടായിരുന്നു ജയിലിനാണ്. അവരെ നോക്കാൻ വേണ്ടി ഏതാണ്ട് 130 വനിതാ സ്റ്റാഫുകൾ. പക്ഷെ 3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് ഈ വനിതാ തടവുകാരുടെ എണ്ണം 562 ഏതാണ്ട് 142 എത്തി. തടവുകാരൻ നോക്കാൻ നിൽക്കുന്നതിന് ഏകദേശം ഈക്വൽ നമ്പറായി. കാരണം അവിടെ ഇറങ്ങുന്ന സ്ത്രീക്ക് പിന്നെ കുറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. ചാരാമ്പിക്കാൻ പോകണ്ട, വൈശാഖത്തേക്ക് പോകണ്ട. സുഖമായിട്ട് കുക്കിംഗ് ചെയ്തോ തയ്യൽ ശാല നടത്തിയോ ജീവിക്കത്തക്കൊന്ന് ഒരു തൊഴിൽ പഠിപ്പിച്ചു. ജയിലിലെ പുരുഷ തടവുകാരുടെ എണ്ണം ഒരു 10,500 താന്നു. ഞാൻ ചെന്നപ്പോൾ 7,600 അത് 6,200 തടവുകാരെ പഠിപ്പിച്ച് PhD എടുത്ത് 3 പേർക്ക്
MBA പാസ്സാക്കി, 242 പേർക്ക് ഡിഗ്രി പഠിപ്പിച്ച് ഡിഗ്രി പാസ്സാക്കി. അപ്പോ ഭയങ്കര എതിർപ്പ്. ഇവിടുത്തെ ജനസംഖ്യ കുറച്ചാലേ ഞങ്ങൾ പട്ടണ ചെയ്യുമ്പോൾ സാറേ ഇവിടെ തറവാരല്ലെങ്കിൽ പിന്നെ ജയിൽ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ എതിർപ്പിന്റെ ഏറ്റവും മുമ്പിൽ നിന്ന ഒരു തിരുവനന്തപുരത്തെ ഒരു നായർ ഓഫീസറാണ്. ഞാൻ അവനോട് പറഞ്ഞു, നീ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ പ്രസംഗത്തിൽ ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ കംസനെ കൊന്ന ശേഷം കംസന്റെ ജയിൽ തുറന്നു അവിടെ കിടന്ന 16,000 രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നു, നല്ല മനസ്സിലാക്കി വിട്ടു. അദ്ദേഹം പോയി ജരാസന്ധനെ കൊന്നു. ജരാസന്ധന്റെ ജയിലിനകത്ത് ഇതുപോലെ കുറെ കിടപ്പുണ്ടായിരുന്നു, കുറെ ആയിരങ്ങൾ. അവരെല്ലാം പുറത്തിറക്കി നല്ല മനസ്സിലാക്കി വിട്ടു. ഭഗവാൻ പോയി നരകാസുരനെ കൊന്നു. നരകാസുരന്റെ ജയിലിൽ കിടപ്പുണ്ടായിരുന്നു കുറെ ആയിരങ്ങൾ. അവരെയൊക്കെ മോചിപ്പിച്ച് നല്ല മനസ്സിലാക്കി. 3 സെൻട്രൽ ജയിലിൽ കിടന്ന് എല്ലാത്തിനും തുറന്നുവിട്ടവനാണ് ഭഗവാൻ കൃഷ്ണൻ. നീ കൃഷ്ണന്റെ ഭക്തനല്ലേ? അതെ. പിന്നെ നീ ഇതിനാണ് ഈ കൃഷ്ണൻ പഠിപ്പിച്ചതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് ഓഫീസർക്ക് തലവലിച്ചിരി വരുന്നു. കാരണം ജയിലുകൾ സൃഷ്ടിക്കുകയല്ല, ജയിലറകളിൽ തടവുകാരെ നല്ല മനുഷ്യരാക്കി മാറ്റി ജയിലറകളിൽ എണ്ണം കുറയ്ക്കാണ് ഭഗവാൻ കൃഷ്ണൻ ചെയ്തത്. ഇത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ആ ഓഫീസർക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ പുരാണം വായിക്കുമ്പോൾ പലപ്പോഴും വളരെ കൃത്യമായി കഥയൊക്കെ മനസ്സിലാവും. ആ കഥയുടെ സാരാംശം മനസ്സിലാക്കുമ്പോഴേ അതിന്റെ അർത്ഥം പിടിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ കൃഷ്ണൻ ജരാസന്ധനെ കൊന്നതും കംസനെ കൊന്നതും നരകാസുരനെ കൊന്ന കഥയും ഈ കേട്ടിട്ടുണ്ട്, ഈ ഓഫീസർ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ജയിൽ ഓഫീസർ പഠിക്കേണ്ട പാഠം ആ ഓഫീസർ പഠിച്ചില്ല. അവിടെയാണ് അപകടം പറ്റിയത്. അപ്പൊ നമ്മൾ പുരാണം വായിക്കും, പുരാണം ഒരു തലത്തിൽ നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഇവിടെ ഒരു യജ്ഞാചാര്യൻ വന്ന് ഭാഗവത സപ്താഹത്തിലൂടെ കൃത്യമായി അത് വ്യാഖ്യാനിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ പുരാണത്തിന്റെ സാരം എന്താണ്, ഭാഗവതത്തിന്റെ സാരം എന്താണ്, ഭഗവത്ഗീതയുടെ സാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതാണ് ഒരു സപ്താഹത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അന്തരാർത്ഥം മനസ്സിലാക്കി തരിക. ചില സപ്താഹത്തിന് ഒരാൾ വന്ന് മൈക്കിക്കൂടെ നീട്ടിയും കുറുക്കി അങ്ങ് ചൊല്ലുന്നെന്ന് അവനും അറിഞ്ഞൂടെ കേൾക്കുന്നെന്ന് അറിഞ്ഞൂടാ. ചൊല്ലി തീർത്തു ഭാഗവതം തീർത്തു. പക്ഷെ അതുകൊണ്ട് ആളുകൾക്കെല്ലാം മനസ്സിലാവണ്ടേ? ആ ഓരോ സംഭവം വായിക്കുന്നിടത്ത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ അന്തരാർത്ഥം മനസ്സിലാക്കുകയാണ് ഒരു സപ്താഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അതിലേറ്റവും സുന്ദരമായ വ്യാഖ്യാനം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഭരണത്തിൽ കയറിയ യുധിഷ്ഠിരന് ഭഗവാൻ ഉപദേശിച്ച വാചകങ്ങൾ മഹാഭാരതത്തിൽ നമ്മൾ വായിക്കുന്നു. യുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിച്ചു, എന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കും? ഭഗവാൻ പറഞ്ഞു, ഓരോ ഗ്രാമത്തിലും ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ്, എങ്കിലേ ഭരണം നന്നാവാൻ പറ്റുള്ളൂ. ഭഗവാൻ കൃഷ്ണ ഉപദേശപ്രകാരം ഓരോ ഗ്രാമത്തിലും പഞ്ചപാണ്ഡവന്മാരുടെ 5 പ്രതിനിധികൾ ഓരോ ഗ്രാമത്തിലും ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിനിധികളായ 5 ഭരണകർത്താക്കളിൽ നിന്ന് ഭരിക്കുന്ന ഭരണമാണ് പഞ്ച ഐതന്മാർ എന്ന് പറയുന്നത്. അതിനകത്താണ് പഞ്ചായത്ത് എന്ന വാക്ക് വരുന്നത്. പഞ്ചായത്ത് പഞ്ചപാണ്ഡവന്മാരുടെ 5 പ്രതിനിധികളിൽ നിന്ന് പഞ്ച ഐതന്മാരിൽ നിന്ന് ഭരിക്കുന്ന ഒരു ഭരണം. ഇപ്പൊ പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ടായത് ചിലപ്പോൾ 1992 പഞ്ചായത്ത് രാജിന്റെ തുടക്കം ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ ഉപദേശിച്ച ഒരു ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷന്റെ തത്ഫലമാണ്. വളരെ കൃത്യമായി നമ്മളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായത്. ആ ഗ്രാമത്തിൽ ഭരണം നടക്കുമ്പോൾ ജനഹിതം അവരറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ബഹുജന സുഖായ ബഹുജന ഹിതായ രാജാവെന്ന് പറഞ്ഞു. ബഹുജനങ്ങളുടെ സുഖത്തിനായിരിക്കണം രാജാവ് ഭരിക്കേണ്ടത്, ബഹുജനങ്ങളുടെ ഹിതമനുസരിച്ച് ഭരിക്കണം. അതിനുവേണ്ടി ഭഗവാൻ ഉപദേശപ്രകാരം അവരൊരു സഭയുണ്ടാക്കി. അതാണ് ഋഗ്വേദ കാലത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഗ്രാമസഭ. ജനാധിപത്യം ഉണ്ടായത് ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ഏതൻസിലാണെന്നുള്ള പൊട്ടത്തരമൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കാറുണ്ട്. ഏതൻസിൽ ജനാധിപത്യം ഉണ്ടാവുന്നതിന് ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പ് ബഹുജനഹിതായ ബഹുജന സഹായ പ്രിൻസിപ്പൾ അനുസരിച്ച് പഞ്ചായതന്മാർ ഭരിക്കുമ്പോൾ അവിടെ ഒരു ഗ്രാമസഭയുണ്ടായിരുന്നു. 3500 വർഷം കഴിഞ്ഞ് ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പാക്കിയപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു ഗ്രാമസഭയുണ്ടാക്കി.
എനിക്ക് രസം തോന്നി. കാരണം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് തുടങ്ങിയ ഒരു ഗ്രാമസഭ 1997 കേരളത്തിലെ പഞ്ചായത്തിൽ നടപ്പായി. ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനത്ത് ഉണ്ടായില്ലേ ഒരു ഗ്രാമസഭ. ജനാധിപത്യം ഇന്ത്യയുടെ സംഭാവനയാണ്. ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ലിച്ചാബീസ് എന്ന രാജവംശം ജനാധിപത്യ അടിസ്ഥാനത്തിലാണ് ഭരിച്ചത്. വിർജിയൻ കോൺഫെഡറസി ജനാധിപത്യ അടിസ്ഥാനത്തിലാണ് ഭരിച്ചത്. അതെല്ലാം കഴിഞ്ഞത് 300 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഏതൻസിലെ 150 കൊല്ലത്തെ ജനാധിപത്യ പരിഷ്കാരം വളരെ കൃത്യമായി മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കുകയാണ്. ആദ്യം അർജന്റീന ധനകാര്യമന്ത്രിയാക്കി. അതിന് ധാരാളിയായിട്ട് ഉള്ള സമ്പത്തെല്ലാം ആ പെൻഷൻ ഈ പെൻഷനെല്ലാം കൊടുത്തങ്ങ് വിട്ട് തൊഴിലായ്മ വേതനം പ്രഖ്യാപിച്ചു. സൈന്യത്തെല്ലാം ഡിസ്ബാൻഡ് ചെയ്തു. തൊഴിലായ്മ വേതനം. യുദ്ധം കഴിഞ്ഞ് ഒരുപാട് വിധവസ്ത്രീകൾക്കെല്ലാം പെൻഷൻ കൊടുത്തു. വിധവാ പെൻഷൻ. ദാരിദ്ര്യം കൂടിയപ്പോ കഞ്ഞിവീഴ്ത്തൽ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. സത്രത്തിൽ വന്ന ഫ്രീ കഞ്ഞി. ഇതെല്ലാം ജനോപകാരപ്രദമായ പരിപാടിയാണെന്ന് യുധിഷ്ഠിരൻ വളരെ വാചകമടിച്ച് ഇങ്ങനെ നടന്നു. ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, ഇതല്ല ഭരണം എന്നുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു? യുധിഷ്ഠിരനോട് നമുക്കൊരു സ്ഥലം വരെ പോകുന്നത്. യുധിഷ്ഠിരനെ കൊണ്ട് ഭഗവാൻ നേരെ ദേവലോകത്തിൽ ചെന്നു. പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയുടെ അടുത്ത് കൊണ്ട് ഇരുത്തി കൊടുത്തു. മഹാബലി ചക്രവർത്തിയുടെ അടുത്ത് ഇരുത്തി കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ വാചകോടെ ഇറങ്ങി. ഞാൻ ആരാണെന്ന് ലോകത്തിൽ ഏറ്റവും വലിയ രാജാവാണ്, ഞാൻ കഞ്ഞി വിട്ടിട്ട് നടത്തുന്നു, വിധവാ പെൻഷൻ കൊടുക്കുന്നു, തൊഴിലായ്മ വേതനം കൊടുക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് മഹാബലി വളരെ ശാന്ത ഭാവത്തിൽ യുധിഷ്ഠിരനോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ നീ രാജാവായിരിക്കാൻ യോഗ്യനല്ല. ഞാനും കൊണ്ട് ഭൂമി പറ്റിരുന്നു, എനിക്കുണ്ടായിരുന്നു നിന്നോട്ടുള്ള മണ്ഡലം. പക്ഷെ ഞാൻ തൊഴിലായ്മ പ്രഖ്യാപിച്ചു. ഒറ്റ തൊഴിലില്ലാത്തവനും കേരളത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ അടുത്ത് ഒരു തൊഴിലായ്മ വാങ്ങിക്കാൻ ഒരുത്തരും വന്നില്ല. ഞാൻ വിധവാ പെൻഷൻ പ്രഖ്യാപിച്ചു. ഒരു വിധവയും വന്നില്ല. സർക്കാരിന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട, സർക്കാരിന്റെ പെൻഷൻ വേണ്ട, ഞങ്ങളുടെ കുടുംബം ഞങ്ങളെ നോക്കിക്കൊള്ളുന്നു. വിധവാ പെൻഷൻ വാങ്ങിക്കാൻ ആളൊന്നും വന്നില്ല. ഞാൻ തൊഴിലായ്മ പ്രഖ്യാപിച്ചു. ഒരുത്തനും വന്നില്ല. കാരണം കേരളത്തിലൊന്നും ഫുൾ എംപ്ലോയ്മെന്റ് ആയിരുന്നു. തൊഴിലില്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൊഴിലായ്മ വേതനം വാങ്ങിക്കാൻ ഒരുത്തനും വന്നില്ല. അപ്പോൾ വിധവാ പെൻഷൻ പ്രഖ്യാപിച്ചാൽ ആരും വരാത്ത, തൊഴിലായ്മ വേതനം പ്രഖ്യാപിച്ചാൽ ആരും വരാത്ത, കഞ്ഞിവീഴ്ത്ത കേന്ദ്രം ഉണ്ടാക്കിയാൽ ആരും വരാത്ത ഒരു ഭരണമാണ് സദ്ഭരണം. ഞാൻ റോഡിലങ്ങനെ പ്രസംഗിച്ചാൽ 3 മുന്നണിയും കൂടെ എന്നെ കൊല്ലാൻ പറ്റും. 3 മുന്നണിയുടെ നയപ്രഖ്യാപനം മുഴുവൻ ഇങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പോൾ യുധിഷ്ഠിരൻ തിരിച്ചു വന്നിട്ട് അർജുനെ അങ്ങ് മാറ്റി ഭീമസേനെ പറ്റി ധനാലയം മന്ത്രിയാക്കി. ഭീമസേന ഭയങ്കര ലുപ്ത നമ്പർ 1 ആയിരുന്നു. ഭീമസേനന്റെ മൈസർ ക്യാരക്ടറിനെ പറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ PhD തീസിസാണ്. ഭീമസേനൻ എങ്ങനെയാണ് ഈ പണം ചെലവാക്കാതെ ലുപ്തനായെന്നുള്ള ചരിത്രം. അദ്ദേഹം ഈ പെൻഷൻ എല്ലാം നിർത്തലാക്കി. ഇപ്പൊ സർക്കാരിന്റെ ഫണ്ട് വാങ്ങണമെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വേണം. സ്പെഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ കറപ്ഷൻ അങ്ങനെ അറ്റാണ്. ആരെല്ലാം സ്പെഷ്യൽ ഓർഡറിലൂടെ പൈസ റിലീസ് ചെയ്യുന്നത് മുഴുവൻ ഏതെങ്കിലും ആളുടെ റെക്കമെൻഡേഷൻ എല്ലാം കിട്ടാതെ വരും. ഭയങ്കര കേട്ടുക. അപ്പോഴാണ് രാജശ്രീ യാഗം ഉണ്ടായത്. രാജശ്രീ യാഗം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കീരി വന്നു. പകുതി സ്വർണ്ണം ബാക്കി കറപ്പുള്ള ഈ കീരി വന്ന് ഈ രാജശ്രീ യാഗത്തിന്റെ ഉച്ഛിഷ്ടങ്ങളിൽ നിന്ന് ഉരുണ്ട ശേഷം യുധിഷ്ഠിരനോട് പറഞ്ഞു, നിന്റെ ഈ സദ്യക്ക് യാതൊരു വിലയില്ല. യുധിഷ്ഠിരൻ ചോദിച്ചു, ഇതിനേക്കാൾ വലിയ സദ്യ നീ ലോകത്തോടെയും കടഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ശരി. എന്റെ ശരീരം പകുതി സ്വർണ്ണമായത് എവിടെ വെച്ചാണെന്നറിയാമോ? ഒരു വിധവ സ്ത്രീയുടെ വീടിന്റെ പുറകിൽ ഞാൻ ഒരിക്കൽ ചെന്ന അതിന്റെ യുധിഷ്ഠിരനൊക്കെ ഉരുണ്ടപ്പം ആ വിധവ സ്ത്രീ 2 അപ്പം ഉണ്ടാക്കി തിന്നാനിരുന്നപ്പോഴാണ് ഒരു സന്യാസി വന്നത്. സന്യാസിക്ക് 2 അപ്പം കൊടുത്തിട്ട് ആ സ്ത്രീ പട്ടണത്തിൽ മരിച്ചു. അതിന് യുധിഷ്ഠിരൻ ഉരുണ്ടപ്പം എന്റെ പകുതി ശരീരം സ്വർണ്ണമായി. ഇതുപോലൊരു സദ്യ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട ബാക്കിയുടെ സ്വർണ്ണമാവുമെന്ന് ഞാൻ കിടന്ന് ഉരുണ്ടതാ, സ്വർണ്ണമായില്ല. യുധിഷ്ഠിരൻ എന്താ കാര്യം? അത് ഈ കൊടുക്കുന്ന ആളിന് മനസ്സില്ലാതെയാണ് കൊടുക്കുന്നത്. മനുഷ്യനെ ആഹാരം കഴിച്ച് തീറ്റി തൃപ്തനാക്കിയാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് ഹിന്ദുമതം പറയുന്നു, ക്രിസ്തുമതം പറയുന്നു, ഇസ്ലാം പറയുന്നു, ബുദ്ധമതം പറയുന്നു. ധർമ്മം എന്നാണ് വിളിക്കുന്നത്. ഭിക്ഷ എന്നല്ല, ധർമ്മം. കാര്യം എന്ന് വെച്ചാൽ മനുഷ്യൻ തൃപ്തനാകുന്ന ഏക അവസരമാണ്. 100 ഏക്കർ വസ്തു കൊടുത്തിട്ട് 100 ഏക്കർ വേണമെന്ന് വെച്ചാൽ മോൻ എന്താ പറയും? പോരട്ടപ്പാ. 50 സാരി ഭാര്യയ്ക്ക് വാങ്ങിച്ചു, നീ 10 സാരിയുടെ വേണം. ഓ പോരട്ടെന്ന് പറയും ഭാര്യ. ലോകത്തിൽ മനുഷ്യന്റെ സമ്പത്ത് കൊടുത്ത് ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കല്യാണം കഴിക്കുമ്പോൾ മോക്ക് 100 രൂപ കൊടുത്തിട്ട് മോള് 50 വേണമെന്ന് വെച്ചാൽ പോരട്ടപ്പാന്ന് പറയും.
ആഹാരം കഴിക്കുമ്പോൾ മാത്രം ഇവിടെ വന്ന് ഇങ്ങനെ മുട്ടിക്കഴിയണം. പൊന്നപ്പ മതിയേ എന്ന് പറയും. ആഹാരം നിന്റെയാണെങ്കിലും വയറിന്റെ ആണ്. ഭീമസേനൻ താക്കോലോട്ടാണ് ഓരോ സ്റ്റോറിൽ നിന്ന് ആഹാരം തുറന്ന് പുറത്തിറക്കും. ഉടനെ ഇതാക്കി അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വെജിറ്റബിൾസിന്റെ ഒരു ഹീപ്പ് കാണും. ഇതേ ബുക്സിനെ വിളിച്ചു, എന്താ ഇങ്ങനെ എല്ലാം കിടക്കുന്നത് ചോദിച്ചു. അതേ, ഞങ്ങൾ വെണ്ടയ്ക്കടുത്ത നറുഭാഗം മാത്രമേ കറിക്കെടുക്കുള്ളൂ, വാലും തല എടുക്കത്തില്ല. വഴുതനങ്ങ എടുത്താൽ അതിന് നറുഭാഗം എടുക്കും, പടവലങ്ങ എടുത്താൽ അതിന് വാലും തലയും എടുക്കും, നറുഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ. വിമർശനം പറഞ്ഞാൽ ഞങ്ങളിത് ബേസാക്കാൻ പറ്റില്ല, ഈ വാലും തലയെല്ലാം കൂടെ അരപ്പെട്ട് ചെമ്പിലിട്ട് വേവിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ അവിയൽ എന്നൊരു കറി കണ്ടുപിടിച്ചത്. എല്ലാത്തിന്റെ ഉച്ചിഷ്ടപ്പെട്ട ഒരു കറി അവിയൽ. വിമർശന യുധിഷ്ഠിരന് കാര്യം മനസ്സിലായി. യുധിഷ്ഠിരൻ വിമർശനം മാറ്റിട്ട് അർജുനനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ രസകരമായി ഈ കഥ നമ്മൾ വായിക്കുന്നത്, ഒരാൾ വായിക്കുമ്പോൾ ചുമ്മാതെ വായിച്ചു പോവാം. പക്ഷെ ഭഗവത സപ്താഹത്തിൽ ഇരുന്ന ഒരു യജ്ഞാചാര്യൻ ഈ കഥ വിവരിച്ചിട്ട് മോഡേൺ എക്കണോമിക്സുമായി ചേർത്ത് വ്യാഖ്യാനിക്കുമ്പോഴേ നമുക്ക് ആ എക്കണോമിക്സ് മനസ്സിലാവും. വേദവ്യാസനത് ഭഗവാൻ കൃഷ്ണ ഉപദേശപ്രകാരം രാജസയാഗത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വായിക്കുമ്പോൾ കഥ അങ്ങ് വായിച്ചു പോകും. പക്ഷെ യജ്ഞാചാര്യനിൽ നിന്ന് എക്കണോമിക്സ് പറയുമ്പോൾ നമുക്ക് എക്കണോമിക്സ് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെയാണ് അതിന്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ആ ഒരു ഭഗവത സപ്താഹത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടത് ഈ രീതിയിലുള്ള വ്യാഖ്യാനമാണ്. അപ്പോൾ രാജാവ് എങ്ങനെയാണ് കരം പിരിക്കേണ്ടത്? ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞിട്ട് സുന്ദരമായ ഒരു കരം പിരിക്കുന്ന സമ്പ്രദായം അവിടെ കൊണ്ടുവന്നു. ആ സമ്പ്രദായത്തെ കൃത്യമായി വിവരിക്കുന്നത് കാളിദാസനാണ്. കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. കഥകൾ നിങ്ങൾക്കറിയാം. മോതിരം കൊണ്ടുപോയി, മോതിരം ആറ്റിപ്പോയി, മുക്കുവിന് ഇറങ്ങിയപ്പോൾ മീനെ കിട്ടി, മീനെ അർത്ഥപ്പോൾ അതിന്റെ അടി അകത്തുനിന്ന് മോതിരം കിട്ടി. ആ മോതിരം കൊണ്ട് അയാൾ നേരെ തട്ടാൻ എടുത്തിരുന്നു, വിറ്റിട്ട് വല്ല പൈസ ഉണ്ടാകാൻ വിചാരിച്ചു. തട്ടാൻ നോക്കിയപ്പോൾ രാജാവിന്റെ മുദ്ര. ഈ മുക്കുവിനൊന്നും സാക്ഷാത്കാരം ഇല്ലാത്തതുകൊണ്ട് എഴുതാൻ വായിക്കുന്ന അറിഞ്ഞോളൂ, ഇത് രാജാവിന്റെ മുദ്ര എന്ന് അവൻ മനസ്സിലായി. അവൻ അപ്പോഴെ പോലീസിൽ അറിയിച്ചു. പോലീസ് ഒന്ന് മുക്കുവിനെ അങ്ങ് അറസ്റ്റ് ചെയ്തു. അന്ന് കൺട്രോൾ റൂമില്ല, വയർലെസ് ഇല്ല, ജീപ്പും ഇല്ല. ഇതെല്ലാം ഉണ്ടായാലും ഇപ്പോഴത്തെ പോലീസിലൊക്കെ നേരത്തെ നിലമ്പളത്തെ വരത്തുള്ളൂ. പക്ഷെ അന്നത്തെ പോലീസ് വളരെ എഫക്റ്റീവാണ്. അപ്പോഴേ പൊക്കിയാവുന്നു. രാജാവിന്റെ അടുത്ത് വന്നു. ദുഷ്യന്തൻ ഈ മോതിരം കണ്ടോടനെ ശകുന്തള ഓർമ്മ വന്നു. കന്മാസം മധ്യ പോയി മോട്ടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ദൂരെ കിടക്കുന്ന മുക്കുവിനോട് ചോദിച്ചു, നിനക്ക് ഈ മോതിരം എവിടെ നിന്ന് കിട്ടി? അപ്പം കഥയൊക്കെ പറഞ്ഞു. നിരപരാധിയാന്ന് മനസ്സിലായി. അപ്പോ രാജാവ് ചോദിച്ചു, രണ്ടെണ്ണം വല്ലതും കിട്ടിയെന്ന്, അടി വല്ലതും കിട്ടിയോ പോലീസിന്റെ? മജിസ്ട്രേറ്റ് ചോദിക്കുന്നത് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. കിട്ടിയാൽ ഇറങ്ങിയതും പൈസ ചെയ്തും പോലീസ് കൂടുതൽ കൊടുക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. കൃഷ്ണൻ പറഞ്ഞു, എന്റെ രാജ്യത്തിലെ പോലീസ് എങ്ങനെയാണ് കൈക്കൂലിക്കാരും തേർഡ് ഡിഗ്രി ഉപയോഗിക്കാത്തവരും ആയതെന്ന് അറിയാമെന്ന് ചോദിച്ചു. അറിയാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ദുഷ്യന്തൻ മഹാഭാരതത്തിൽ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ ഉപദേശിച്ച ഉപദേശത്തെ എടുത്തിട്ട് അഭിജ്ഞാന ശാകുന്തളത്തിൽ നല്ല സുന്ദരമായി പറയുക. കരം പിരിക്കാമെന്ന് എന്താണെന്ന് അറിയാമെന്ന് ദുഷ്യന്തൻ മന്ത്രിയോട് ചോദിക്കുന്നു. ഇതിൽ പറയുന്നു, അതിരാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഉൾക്കൊടിയുടെ ഇതളുകൾ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികളെ സൂര്യഭഗവാൻ ബാഷ്പീകരിച്ച് ആകാശത്തേക്ക് കൊണ്ടുപോയി. ആ ബാഷ്പം ആകാശത്ത് കനിക്ക് വെച്ച് മഴയായി ഭൂമിയിലെത്തി വസന്തങ്ങൾ ഉതിർത്ത് അനേകം പുൽക്കൊടികൾ, അനേകം മഞ്ഞുതുള്ളി ഉയർന്നു നിൽക്കുന്ന ഹരിതാഭ്യരെ പ്രകൃതിഭംഗങ്ങളുടെ രംഗമാണ് കരം പിരിക്കുക. ഞാനും നിങ്ങളുമാകുന്ന പ്രജകളെ പുൽക്കൊടിയായി, നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഗാന്ധി അതിനെ പുൽക്കൊടിയുടെ എതിരിൽ തന്നിരുന്ന മഞ്ഞുതുള്ളിയായി, ഗവൺമെന്റിനെ സൂര്യഭഗവാനായി. അങ്ങനെ ഡൽഹിയിൽ ഇരുന്ന് അവിടുത്തെ ധനകാര്യമന്ത്രി കേരളത്തിൽ തോമസ് ഐസകൻ കരം പിരിക്കുന്നതിനെ സൂര്യഭഗവാൻ ഈ മഞ്ഞുതുള്ളികളെ ബാഷ്പമാക്കുന്നതായിരുന്നു. അങ്ങനെ ബഡ്ജറ്റിലൂടെ ജനോപകാരപ്രദമായ പരിപാടികളാക്കുന്നതിനെ സൂര്യഭഗവാൻ ആ ബാഷ്പം കനിക്ക് വെച്ച് മഴയാവുന്നതായി. അങ്ങനെ ഇഷ്ടംപോലെ ജനോപകാരപ്രദമായ പരിപാടികൾ നടത്തി ജനങ്ങൾ ഇഷ്ടംപോലെ പോക്കറ്റിലൊക്കെ പൈസ വെച്ച് ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച. അതിനെ മഴ ഭൂമിയിൽ വന്ന് ഭൂമിയെ തണുപ്പിച്ച് വസന്തങ്ങൾ ഉയർത്ത് അനേകം മഞ്ഞുതുള്ളികൾ, അനേകം ഏറെ നിൽക്കുന്ന ഹരിതാഭ്യരെ പ്രകൃതി കാളിദാസൻ ഉപയോഗിക്കുകയാണ്. പുരാണം വായിക്കുന്ന ഒരാള് യുധിഷ്ഠിരന് ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കരം പിരിക്കുമ്പോൾ മിതമായിട്ട് പിരിക്കാവൂ, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കണം എന്നൊരു ഉപദേശമാണ്. യജ്ഞാചാര്യൻ പ്രസംഗിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരന് കൊടുത്ത ഉപദേശത്തെ കാളിദാസൻ എങ്ങനെ അജ്ഞാന ശാകുന്തളത്തിൽ വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ പാടി എന്നുള്ളത് വ്യാഖ്യാനിച്ച്
ആ ഭാഗവത തത്വം ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് കൊടുക്കും. അപ്പോഴാണ് ഭാഗവത സപ്താഹം വിജയിക്കുന്നത്. ആ ഭാഗവത സപ്താഹം തീരുമ്പോഴേക്കും ആ സപ്താഹത്തിൽ പങ്കെടുക്കുന്നവർക്ക് പുരാണം മാത്രമല്ല, ഭാഗവതം മാത്രമല്ല, ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നവന് പഠിക്കാൻ പറ്റും. 1,26,000 ശ്ലോകങ്ങൾ എഴുതി നിർത്തുമ്പോൾ വേദവ്യാസൻ തിരിഞ്ഞ് നമ്മളോട് പറയുകയാണ്, എന്തിനാണ് ഈ മഹത്തായ മഹാഭാരതം എഴുതിയത്? ഈ സംസ്കൃതം പറഞ്ഞൂടാ. തേനേ തക്തേന പൂജിത മാ ഘൃതം കസിം സ്യൂതനൻ, അങ്ങനെ കണ്ടാണ് ലാസ്റ്റ് ശ്ലോകം. ത്യാഗം കൊണ്ട് രക്ഷിച്ചോളണം. സേവ് യുവേഴ്സ് ബൈ സാക്രിഫൈസ്. നെവർ കവറ്റ് എനിബഡി എൽസസ് ഹെൽപ്പ്. ത്യാഗം കൊണ്ട് രക്ഷിച്ചോളണം, മറ്റാരുടെയും സ്വത്ത് ആഗ്രഹിക്കരുത്. നിങ്ങളുടെ ഇഹലോക ജീവിതം സന്തോഷപ്രദമായിരിക്കും. വേദവ്യാസൻ 1,26,000 ശ്ലോകം കഴിഞ്ഞു ഈ പാഠം നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോൾ 7 ദിവസത്തെ ഭഗവത സപ്താഹം തീരുമ്പോൾ യജ്ഞാചരൻ അവസാനം കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന മഹത്തായ തത്വം നമുക്ക് പറഞ്ഞു തരും. ഭഗവത്ഗീത 701 ശ്ലോകങ്ങളുണ്ട്, 17 അധ്യായങ്ങളുണ്ട്. അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കാൻ സാധാരണ മനുഷ്യന് പറ്റില്ല. അവിടെ എന്താണ് അവിടുത്തെ പൊളിറ്റിക്സ്, എന്താണ് അതിന്റെ സയൻസ്, എന്താണ് അതിന്റെ ഫിലോസഫി, എന്താണ് അതിന്റെ സോഷ്യോളജി, എന്താണ് അതിന്റെ തിയോളജി, എന്താണ് അതിന്റെ എക്കണോമിക്സ്, എന്താണ് അതിന്റെ പൊളിറ്റിക്സ് എന്ന് ആധുനിക ശാസ്ത്രം വെച്ച് മനസ്സിലാക്കുമ്പോ കോളേജിൽ പഠിക്കുന്ന ഈ സത്താവത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് കാര്യം മനസ്സിലാവും. മറ്റേതാകുമ്പോൾ ഇതെന്തോ കെട്ടുകഥയാണോ ഇതെല്ലാം എന്ന് പറയും കോളേജിൽ പഠിക്കുന്ന കുട്ടി. സയൻസ് പഠിച്ച കുട്ടി പറയും ഇത് മിത്താണ്, ഇത് കെട്ടുകഥയാണെന്ന് പറയും. പക്ഷെ കെട്ടുകഥ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ സാരമായി ഒരു തത്വം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അവിടെയാണ് ഇതിഹാസം എന്താണ് നിർവഹിച്ചിരിക്കുന്നത്. തന്മാത്ര കാമമോക്ഷാണ് ഉപദേശ സമന്വിതം, പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രതീക്ഷത. നമ്മൾ ഈ ഭൂമിയിൽ നേരിടുന്ന ധർമ്മമത്രം കാമമോക്ഷം, ഈ 4 സ്റ്റേജിനെ എങ്ങനെ നേരിടാമെന്ന് ഉപദേശരൂപേണ കഥാരൂപേണ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതിഹാസങ്ങളുടെ ലക്ഷ്യം. പുരാണം വായിക്കുമ്പോൾ കഥ മനസ്സിലായി, പക്ഷേ ആ ഉപദേശം എന്താണെന്ന് വ്യാഖ്യാനിച്ച് മോഡേൺ എക്കണോമിക്സും പൊളിറ്റിക്സും സോഷ്യോളജിയും വെച്ച് നമ്മളെ മനസ്സിലാക്കും. അതാണ് സപ്താഹത്തിന്റെ വലിയ നേട്ടം. അതുകൊണ്ട് ഈ സപ്താഹം തീരുമ്പോൾ ശാസ്താംകോട്ടയിലെ പുരാണ പ്രസിദ്ധമായ ഈ ശാസ്താംകോട്ടയിലെ എല്ലാവർക്കും നമ്മുടെ മഹത്തായ സാഗരം പോലെ പരന്നു കിടക്കുന്ന ഭാരതീയ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരം, ലോകങ്ങളുടെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഭഗവത്ഗീതയുടെ സാരം വളരെ സരസമായി മനസ്സിലാക്കാൻ ഈ സപ്താഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലൊരു ഫംഗ്ഷന് വരാൻ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഞാൻ പ്രസംഗിക്കുന്നു. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണമാണ് ബ്രഹ്മശ്രീ എസ് നാരായണസ്വാമി അവർ. ആധ്യാത്മിക രംഗത്തെ ഒരു മുഴുവൻ സമയ പ്രവർത്തകൻ, തന്റെ ജീവിതം ഉത്തമ ലക്ഷ്യത്തിനായി സമർപ്പണം ചെയ്തുകൊണ്ട് ഇന്നത്തെ ലോകത്തിന്റെ ഭൗതിക ജീവിത ദർശനങ്ങൾക്ക് ആത്മീയതയുടെ അരുണാഭ പകരാൻ നിസ്വാർത്ഥനായി സദാ കർമ്മനിരതനായിരിക്കുന്ന സ്വാമി അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രസമിതി പ്രസിഡന്റ് കൂടിയാണ്. ഈ വേദിയിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കാൻ അദ്ദേഹത്തെ സൗകര്യം ക്ഷണിക്കും. ഗംഗണദേവ ഒന്നമോ ഭഗവതി വാസുദേവാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും അറിയുന്നില്ല. 2 മഹാരഥന്മാർ, ഒന്ന് എൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ നമ്പ്യാർ സാർ, മഹാപണ്ഡിതനും വാഗ്മിയുമായ വലിയൊരു മഹാത്മാവ്, നമുക്കിവിടെ മഹാസാഗരം പോലെ കിടക്കുന്ന ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും പറ്റിയുള്ള അതിൻ്റെ അന്തസ്സത്ത വളരെ വിശദമായിട്ട് ഇവിടെ പ്രസംഗിച്ച് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ഒരു നിഷ്പ്രഭനാണ്, ഒന്നും എനിക്ക് പറയാനില്ല. നമുക്കെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കുമ്പോഴും അതുപോലെ ഭാഗവത സപ്താഹം കേൾക്കുമ്പോഴും അതിനകത്തെ കഥകൾ ഉൾക്കൊണ്ടാതെ അതിൽ വ്യാസഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി
ആചാര്യന്മാർ പറയുന്ന കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ഒരു സംരംഭം ഈ ശാസ്താംകോട്ടയിലെ ഈ മണ്ണില് ഈ പുണ്യസങ്കേതത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഭഗവത്ഗീത പഠന ക്ലാസ് ഉത്തരോത്തരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരും കൂടെ ഇവിടെ വന്ന് പഠിക്കാനും അതിനുള്ളൊരു കേന്ദ്രമായിട്ട് വലിയൊരു വടവൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഇതിന്റെ സംഘാടകർക്ക് സാധിക്കട്ടെ. എന്തായാലും എനിക്ക് ഈ വേദിയിൽ വരാനും നിങ്ങളെല്ലാം കാണുവാനും ഒക്കെ ഈ പറഞ്ഞതിലൂടെ വലിയൊരു മഹാപുണ്യം അത് ലഭിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഞാനധികം ദീർഘിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തുവാനായി ശ്രീ ജി രവീന്ദ്രനാഥ് സാറിനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇനി കൂടുതൽ ദീർഘിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ആദരണീയനായ ബ്രഹ്മശ്രീ പറക്കോട് എം വി നമ്പൂതിരി സാർ അവർ, ആദരണീയനായ കേരളത്തിൻ്റെ മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ, ആദരണീയനായ അഖില ഭാഗവത സപ്തസമിതി പ്രസിഡന്റ് ബ്രഹ്മശ്രീ S നാരായണസ്വാമി അവർ, സുപ്രസിദ്ധനായ പ്രകൃതി പ്രബോധകൻ പ്രൊഫസർ PG പണിക്കർ സാർ അവർ, ഭാഗവതാചാര്യൻ കുരുമേൽ ശ്രീ TK ശ്രീകുമാർ സാർ അവർ, ഈ ധന്യമായ വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന് സ്വയം അനുഗ്രഹീതരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശ്രീലക്ഷ്മി ഡിജിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഒരംഗമെന്ന നിലയിലും ഇതിന്റെ സംഘാടക സമിതിയിലെ ഒരാളെന്ന നിലയിലും അഗൗരവമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇതിന്റെ മുഖ്യ സംഘാടകൻ എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള പ്രൊഫസർ ശ്രീകൃഷ്ണൻ ഉണ്ണിത്ത, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഏവരും എത്രയോ മഹനീയമായ ഒരു കാര്യമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും സർവ്വവിധ ഐശ്വര്യങ്ങളും ഇതോടൊപ്പം നേരുന്നു. നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ യോഗ നടപടികൾ ഇതോടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. വിഷുവിന്റെ ഒരു ചെറിയ പായസ വിതരണമുണ്ട്, അതിലും പങ്കെടുത്ത് വേണം ഈ നല്ല ഓർമ്മകളുമായി ഇവിടെ നിന്നും മടങ്ങാൻ. അതുപോലെ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ കോവിഡ് മാനദണ്ഡമൊക്കെ പാലിച്ചുകൊണ്ട് എല്ലാ ശനിയാഴ്ച തോറുമുള്ള ക്ലാസ്സുകളിലും ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള ക്ലാസ്സുകളിലും എല്ലാവരുടെയും സജീവ സാന്നിധ്യം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.